രുക്മിണി ആൻഡ് തുളസി. ആരാ നമ്മളെ മുന്നിലിരിക്കുന്നത്? എത്ര വയസ്സായി ശരിക്കും? 35. നിങ്ങളുടെ ഈ സിനിമ ഇറങ്ങുമ്പോഴത്തേക്ക് 36 ആണെങ്കിലും ചില്ല കൊള്ളയാണ്. എനിക്ക് സംസാരിച്ച ജാട ഉണ്ടത് വേണ്ട. മലയാള സിനിമയിൽ തുളസി എന്നൊരു നായികയില്ല. വെച്ചിട്ടുള്ള പേര് ഗായികമാരായ നായികമാരാണ് നമ്മളുടെ ആഭ്യന്തര കുറ്റവാളിയിലെ താരങ്ങൾ. ദേശീയ ഗാനം, സംഘഗാനം, അതിലൊക്കെ ഒന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരത്ഭുതത്തെ പ്രതീക്ഷിക്കണം, പക്ഷെ ആ അത്ഭുതത്തെ കാത്തിരിക്കരുത്. ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ വാക്കുകളാണ്. ശരിക്കും നമ്മുടെ എല്ലാ ജീവിതത്തിലും അങ്ങനെ തന്നെയാണ്. എവിടുന്നെങ്കിലും ഒരു അത്ഭുതം വരും, പക്ഷെ ആ അത്ഭുതം നമ്മൾ കാത്തിരിക്കുമ്പോൾ അതിനനുസരിച്ച് വരണം എന്നില്ല. അപ്രതീക്ഷിതമായിട്ട് ജീവിതത്തിൽ അത്ഭുതം വന്നവരാണോ, അല്ലെങ്കിൽ കാത്തിരുന്നിട്ട് അത്ഭുതം വന്നവരാണോ? എൻ്റെ കൂടെ 2 പേരുണ്ട്, എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. അവരാണ് ഇന്ന് നമുക്ക് ലെറ്റ്സ് ടോക്കിൽ നമ്മളുടെ കൂടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യുന്നത്. സോ നമുക്ക് വെൽക്കം ചെയ്യാം ശ്രേയ രുക്മിണി ആൻഡ് തുളസി. 2 പേരുകളും പറയാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, കാരണം ഭയങ്കര ടഫ്, നമ്മുടെ നാക്ക് വഴങ്ങാത്ത 2 പേരുകളാണ്, ശ്രേയ രുക്മിണിയും തുളസിയും. അപ്പോൾ വെൽക്കം. താങ്ക് യു. നിങ്ങൾ വളരെ മസിൽ പിടിച്ചും ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് തോന്നുന്നല്ലോ കണ്ടിട്ട്. ഒരിക്കലും ഇല്ല. ആരാ നമ്മളെ മുന്നിലിരിക്കുന്നത്? ശ്രേയയും തുളസിയും എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. അപ്പോൾ ആഭ്യന്തര കുറ്റവാളി എന്ന് പറഞ്ഞിട്ടൊരു മൂവി ഇവരുടെ ഇറങ്ങാൻ പോവാണ്. അപ്പം എങ്ങനെയോ ഇവർ 2 പേരെ എനിക്ക് അറിയാവുന്നവരായിരുന്നു. അപ്പോൾ 2 പേരും കൂടെ നായികമാരായിട്ട് വരുന്ന സിനിമയാണ് ഇറങ്ങാൻ പോകുന്നത്. അല്ല, ചിലപ്പോൾ നമ്മുടെ ഇൻ്റർവ്യൂ വരുമ്പോഴത്തേക്ക് ഈ സിനിമ ഇറങ്ങിയിട്ടുണ്ടാവും, അല്ലേ? ഇറങ്ങി കഴിഞ്ഞിട്ടായിരിക്കും ഞങ്ങൾ ഇൻ്റർവ്യൂ ടെലികാസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ പുതുമുഖങ്ങളാണ് 2 പേരും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക 2 പേരെ. അപ്പോൾ ഒന്നും കൂടി 2 പേർക്കും നമ്മുടെ ലെറ്റ്സ് ടോക്കിലേക്ക് സ്വാഗതം. താങ്ക് യു. ഒന്നും കൂടെ താങ്ക് യു. അപ്പൊ ആദ്യം ശ്രേയൻ തുടങ്ങണോ തുളസിയിൽ നിന്ന് തുടങ്ങണോ? ആരുടെ വേണേലും തുടങ്ങാം. ശ്രേയ എനിക്ക് തോന്നുന്നു രുക്മിണി എന്നാക്കിയല്ലേ പേര്, അതോ ശ്രേയാന്തൻ? ശ്രേയ രുക്മിണി, അതാണ് ഫുൾ നെയിം. സിനിമയിൽ പേര് മാറ്റിയോ? ഇല്ല, ശ്രേയ രുക്മിണി തന്നെയാണ്. പക്ഷെ ആൾക്കാർ വിളിക്കുന്നത് രുക്മിണി എന്നാണ് കൂടുതൽ. രുക്മിണിയോട് നമുക്ക് കുറച്ച് സ്നേഹം തോന്നുന്നല്ലേ പേരിനോട്, അപ്പം രുക്മിണി എന്നാണ് കൂടുതലും വിളിക്കുന്നത്. അങ്ങനെ രുക്മിണി വിളിക്കുന്നതാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടം. പക്ഷെ ഞാൻ ശ്രേയ എന്ന് വിളിച്ച് യൂസ്ഡ് ആയിപ്പോയി. അയ്യോ. തുളസി ശരിക്കും എൻ്റെ കോളേജിൽ എൻ്റെ ജൂനിയർ ആയിരുന്നേ. അപ്പോൾ ഞാൻ പഠിച്ച പഴശ്ശിരാജ കോളേജിൽ വയനാട്ടിൽ എൻ്റെ ജൂനിയറായിട്ട് വന്ന. അപ്പോൾ ഒരു ദിവസം ഞാൻ എപ്പോഴും ഇങ്ങനെ റാൻഡം ആയിട്ട് നോക്കുമ്പോൾ എൻ്റെ പഴശ്ശിരാജ കോളേജിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ തുളസീൻ്റെ ഒരു ഫോട്ടോ കണ്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു, നല്ല രസമുണ്ടല്ലോ ഈ കുട്ടീനെ കാണാൻ, മീര ജാസ്മിനെ പോലെ ഉണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചു കേട്ടോ. പിന്നെ ശരിക്കും മീര ജാസ്മിന്റെ കട്ടുണ്ട്, തുളസീനെ കണ്ടിട്ടുണ്ടെങ്കിൽ. ഇവിടെ ആ സമയത്ത് എനിക്ക് തോന്നുന്നു മീര ജാസ്മിന്റെ കുറെ വീഡിയോസ് ചെയ്യുന്നുണ്ടായിരുന്നു അല്ലേ? അപ്പൊ അങ്ങനെ ഞാൻ തുളസീനെ കാണുന്നു. പിന്നെ എങ്ങനെയായിരുന്നു, ഞാൻ ഇങ്ങോട്ട് തുളസി മെസ്സേജ് അയച്ചു. എങ്ങനെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. വർഷങ്ങളായിട്ടൊരു 6-7 വർഷമായിട്ട് എനിക്ക് തുളസീനെ ഭയങ്കരമായിട്ട് അറിയാവുന്ന ഒരാളാണ്. ശ്രേയനെ അതുപോലെ തന്നെ. ശ്രേയനെ എനിക്കൊരു 4 വർഷമായിട്ട് അറിയാം. അപ്പം ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മളെ ചാനലിൽ ഭയങ്കര ഫോർമൽ ഇന്റർവ്യൂസിന് പകരം നമുക്ക് കുറച്ചും കൂടി ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പറ്റുന്ന നല്ല നല്ല കഥകൾ പറയുന്ന, അങ്ങനെയാണ് ഞങ്ങൾ ഈ ചാനലിനെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പം ചിലപ്പോൾ ഒരുപാട് പറയുമ്പോഴായിരിക്കും അതിനകത്ത് എന്തെങ്കിലുമൊക്കെ നമുക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് കഥകൾ കേൾക്കാൻ പറ്റുന്നത്. അപ്പം ഞാൻ തുളസിയിൽ നിന്ന് തുടങ്ങാം അല്ലേ? സ്റ്റാർട്ട് ചെയ്യട്ടെ. തുളസി പറയും, തുളസിന്റെ കഥ പറയാം. എങ്ങനെയാണ് ഒരുപാട് കാലമായി കാത്തിരിക്കുന്നത് അല്ലെ, അത്ഭുതം സംഭവിക്കാൻ വേണ്ടിയിട്ട് പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു, കാത്തിരിക്കുന്നുണ്ടായിരുന്നു അല്ലേ? അപ്പൊ എങ്ങനെയാ ഈ ഒരു സിനിമ എന്ന് പറയുന്ന അത്ഭുതത്തിലേക്ക് എത്തിയത്? സിനിമ ഞാൻ കുറച്ച് കാലമായിട്ട് നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ കുറെ നമ്മൾ നോക്കുമ്പോഴൊക്കെയും റിജക്ഷൻസ് മാത്രമാണ് വന്നിരുന്നത്. പ്രതീക്ഷയൊക്കെ അസ്തമിച്ചു എന്ന് തോന്നുന്നിടത്തുനിന്ന് വന്നൊരു സിനിമയാണ് ആഭ്യന്തര കുറ്റവാളി. ഞാൻ ഇവിടെ എറണാകുളത്ത് തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഓഡീഷൻ അറ്റൻഡ് ചെയ്തു. അങ്ങനെ ഷോർട്ട് ലിസ്റ്റഡ് ആവുന്നു, ലുക്ക് ടെസ്റ്റിന് വിളിക്കുന്നു. അത് കഴിഞ്ഞ് ആഭ്യന്തര കുറ്റവാളി സംഭവിച്ചു. അതെ. മോൾ ഇതുവരെ എത്ര ഓഡീഷൻസിനൊക്കെ പങ്കെടുത്തിട്ടുണ്ട്? നിറയെ ഓഡീഷൻസിന് പങ്കെടുത്തിട്ടുണ്ട്. ഒരു 2017 തൊട്ട് കണ്ടിന്യൂസ്ലി കാസ്റ്റിംഗ് കോൾസ് അയക്കാറുണ്ട്, ഓഡീഷൻസ് പങ്കെടുക്കാറുണ്ട്. പിന്നെ 2017 തൊട്ടിട്ട്. അപ്പൊ അന്ന് ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള സമയം? ഇല്ല, ഡിഗ്രി തുടങ്ങിയ സമയം, ഡിഗ്രി സ്റ്റാർട്ടിങ്. പിന്നെ ഇപ്പോഴാണ്. അപ്പൊ എനക്കാ ഭയങ്കര ജൂനിയർ ആട്ടോ, അതിവിടെ റിവീൽ ചെയ്യണ്ട എങ്കിൽ പോലും. 2017 ഡിഗ്രി സൂപ്പർ സീനിയറാ. പക്ഷെ എന്തോ അല്ലേ, ഞാൻ എങ്ങനെ ബൈ ചാൻസ് കണ്ടുപിടിച്ചു തുളസീനെ.
എന്നിട്ട് പിന്നെ ഡിഗ്രി തൊട്ടിട്ട് സ്റ്റാർട്ട് 2017 ട്രൈ ചെയ്യുന്നുണ്ട്. ട്രൈ ചെയ്യുന്നുണ്ട്, ഓഡീഷൻസ് പോകുന്നുണ്ട്. പക്ഷെ എല്ലാം റിജക്ഷൻസ് മാത്രമായിരുന്നു. എന്തുകൊണ്ടാണ് റിജക്റ്റഡ് ആയത്? അറിയില്ല, ചിലപ്പോൾ ടൈം ആവാത്തോണ്ടായിരിക്കും. പിന്നെ നമുക്ക് ഈ സിനിമ എന്ന് പറയുന്ന ഒരു എന്താ പറയുക, ഒരു ഫാന്റസി ആണല്ലോ കൂടുതൽ പേർക്കും. പിന്നെ എല്ലാവരുടെയും ഒരു റൂട്ട് പോലെ നാട്ടുമ്പുറത്തുനിന്ന് വരുന്നു, വീട്ടിൽ നമ്മൾ സിനിമയെ കുറിച്ച് പറയുമ്പോൾ സിനിമ എന്ന് പറയുന്ന വേൾഡ് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്, അത് വേണ്ട എന്നുള്ള ഓപ്ഷൻ തന്നെയാണ് ആദ്യം അവർ വെക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് സീരിയസ് ആണ് ഇതിനെക്കുറിച്ച് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ എന്തെങ്കിലും ചെയ്യട്ടെ എന്നുള്ളൊരു ഇതിൽ അവരും എത്തി. പിന്നെ ട്രൈ ചെയ്തോണ്ടേയിരുന്നു. ഈ ക്ലീഷ ക്വസ്റ്റ്യൻ പോലെ ചോദിക്കുമ്പം സ്ട്രഗിൾ ചെയ്തോ വീട്ടില് സിനിമ ഇതാണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്? അതിപ്പോ ഗ്രാമം നഗരം എന്നൊന്നും ഇല്ല. ശ്രേയക്കാണെങ്കിലും പറയാൻ ശ്രേയ താമസിക്കുന്നത് വളരെ എന്താ പറയുക സിറ്റിയിൽ തന്നെയാണ്. പക്ഷെ എല്ലാവർക്കും സ്ട്രഗിൾസ് ഉണ്ടായിട്ടുണ്ടാവും. ഉറപ്പായിട്ടും. അത് ഈ പറഞ്ഞ പോലെ തന്നെ ഗ്രാമം നഗരം എന്നില്ല. സിനിമ എന്ന് പറയുന്ന ഒരു ഫീൽഡിനെ, ഇൻഡസ്ട്രിയെ കുറിച്ച് ആൾക്കാർക്ക് കേൾക്കുമ്പോൾ തന്നെ ഉണ്ടാവുന്ന കോമൺ ആയിട്ടുള്ള പേടികൾ വീട്ടിലും ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരുടെയും ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഡിഗ്രി കഴിയുന്നു, ഒരു ജോലി വാങ്ങുക, അല്ലെങ്കിൽ PSCക്ക് പോവുക, ഒരു ഗവൺമെന്റ് ജോലി വാങ്ങുക. അങ്ങനെ ആ ഒരു റൂട്ടാണ് നമ്മൾ നോർമലി കണ്ടിട്ടുള്ളത്. അതേപോലെ അവരുടെ പേടി കൊണ്ടായിരിക്കാം, കാരണം അൺസർട്ടൈൻ ആയിട്ടുള്ള ഫീൽഡാണ്. പിന്നെ എങ്ങനെ നമ്മൾ ഇവിടെ എത്തിപ്പെടും എന്നറിയില്ല. സിനിമ വേണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എങ്ങനെ അവിടെ എത്തും എന്നുള്ള ഒരു എങ്ങനെ എത്തും അല്ലെ? ഈ ഒരു കൊച്ചി എന്ന് പറയുമ്പോൾ തന്നെ വലിയൊരു നഗരം, ആ നഗരത്തിൽ വന്നാലേ സിനിമ കിട്ടുള്ളൂ. ശരി പറഞ്ഞ പോലെ തന്നെയല്ലേ കൊച്ചിയിൽ വന്നപ്പോ അല്ലേ കൊച്ചിയിൽ വന്നപ്പോ കൊച്ചിയിലേക്ക് എത്താൻ കുറെ ടൈം എടുത്തു. ഇങ്ങനെ ആലോചിച്ച് ഒരു 2-2.5 വർഷത്തെ പ്ലാനിന് ശേഷം. തുളസി വീടൊക്കെ എവിടെയാ ശരിക്കും? ഞാന് വളാഞ്ചേരി, മലപ്പുറത്ത്. മലപ്പുറത്തും വളാഞ്ചേരിയിൽ ഇഷ്ടംപോലെ സിനിമാക്കാർ നമുക്കുണ്ടല്ലോ. അതെ, സിനിമാക്കാരുണ്ട്, ഒരുപാടുണ്ട്. അനീഷ് ജി മേനോൻ വളാഞ്ചേരിയാണ്. അപ്പം തുളസിക്ക് വീട്ടിൽ അങ്ങനെ ആരൊക്കെ ഉണ്ട്? വീട്ടിൽ അമ്മ, അച്ഛൻ, 2 അനിയൻ, 1 അനിയത്തി. പിന്നെ ജോയിന്റ് ഫാമിലിയാ. അപ്പൊ ചെറിയച്ഛൻ, മേമമാര്, ഗ്രാൻഡ് മദേഴ്സ് എല്ലാവരും. തറവാടാണോ നിങ്ങളുടെ? തറവാടാണ്. അപ്പൊ അത്രയും നമുക്കൊക്കെ 4 പേരെ കൺവിൻസ് ചെയ്യിച്ചാൽ മതിയായിരിക്കും. പക്ഷെ തുളസിക്ക് എനിക്ക് തോന്നുന്നു ഒരു വലിയ ഗ്രൂപ്പിനെ തന്നെ കൺവിൻസ് ചെയ്യിക്കണം അല്ലെ? പക്ഷെ എല്ലാവരും നല്ല സപ്പോർട്ടാണ്. വൺസ് ഇതൊന്ന് സീരിയസ് ആണ് എന്ന് പറഞ്ഞപ്പോ, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറുതായിട്ട് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്, നമ്മൾ റിസൾട്ട് കാണിക്കുമ്പോഴേ അവരെ നമുക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് അവരെ പറഞ്ഞിട്ടും കാര്യമില്ല. അവരുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോ ഒരു എക്കണോമിക്കലി, ഫിനാൻഷ്യലി നോക്കുകയാണെങ്കിലും എല്ലാം കൊണ്ടും സ്റ്റെബിലിറ്റി ഇല്ലാത്ത ഒരു ഫീൽഡാണ്. അപ്പോ വലിയൊരു ഡ്രീമാണല്ലോ ഇത് സിനിമ എന്ന് പറയുമ്പോ. അപ്പോ അവരൊന്ന് നമ്മളെ പിടിക്കും, പക്ഷെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ട് സീരിയസ് ആയിട്ട് തോന്നാൻ. എങ്ങനെയാ അവർക്ക് തോന്നിയത് തുളസി ഇതിൽ സീരിയസ് ആണ് എന്നുള്ളത് വീട്ടുകാർക്ക്? ഞാൻ ചെറിയ മോഡലിങ്ങും അതുപോലെ അഡ്വർടൈസ്മെന്റ്സ്, ഷോർട്ട് ഫിലിംസ്, വെബ് സീരീസ്. അതിനൊക്കെ സമ്മതിച്ചോ വീട്ടിൽ നിന്ന്? ഇല്ല, ആദ്യമൊക്കെ ഇതന്നെയാണ്, ഒരു 2 അഭിപ്രായമായിരിക്കും. പോണ്ട അങ്ങനെയായിരിക്കും. പിന്നെ നമുക്ക് വേണ്ടി നമ്മൾ ഇറങ്ങുക എന്നുള്ളതാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞ് ചെറിയ സ്റ്റെപ്സ് ഇങ്ങനെ വെക്കാൻ തുടങ്ങിയപ്പോൾ ഓക്കെ, എന്തോ ചെയ്യുന്നുണ്ട്, ശരിക്കും ഇതിൽ ആഗ്രഹമുണ്ട് എന്ന് അവർക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങിയപ്പോ പിന്നെ നല്ല സപ്പോർട്ടായി എല്ലാവരും. ഭയങ്കര സപ്പോർട്ട്. അതുവരെ ഉണ്ടായിരുന്ന സ്ട്രഗിൾ ഭയങ്കരമായിരിക്കും. അത് ഇതിന്റെ ഭാഗമാണെന്ന് തോന്നുന്നു, എല്ലാവർക്കും അങ്ങനെയായിരിക്കും. ശ്രേയയിലേക്ക് വരുമ്പോ, ശ്രേയ ഓൾറെഡി ഒരു സിനിമ ചെയ്തിട്ടുണ്ട്, പവി കെയർടേക്കർ അല്ലേ? പവി കെയർടേക്കർ. ശ്രേയയോട് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ചോദിക്കാനില്ല, കാരണം ശ്രേയ സിനിമയിലേക്ക് വന്നതൊക്കെ എനിക്കറിയാവുന്നത് കൊണ്ട് തന്നെ എന്നാലും പറയാം. ശ്രേയ ശരിക്കും പാട്ടാണ് അല്ലെ? പാട്ടായിരുന്നു ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? പാട്ടായിരുന്നു ആക്ച്വലി ഫോക്കസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാട്ടും ശരിക്കും ഫോക്കസ് ചെയ്തിട്ടില്ല കുറെ. ഞാൻ PG ഒക്കെ കഴിഞ്ഞ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആക്ച്വലി എനിക്ക് ഒരു തോട്ട് തോന്നിയത്. ഇങ്ങനെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അത്യാവശ്യം പാടുന്ന ഒരാളാണ്. അപ്പം ഞാൻ ഇതുവരെ പാട്ടിന് വേണ്ടിയിട്ട് ഒരു ടൈമും സ്പെൻഡ് ചെയ്തിട്ടില്ല. ഒന്നും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിന് ഒന്നിനു വേണ്ടിയിട്ടും ഞാൻ ഒരു ടൈമും ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പം ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ബോറടി ആയി തുടങ്ങി. എന്ത് ജോലിയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? ഞാൻ ഫസ്റ്റ് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിൽ കുറച്ച് നാൾ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ബാംഗ്ലൂരിൽ ലെക്ചറായിട്ട് വർക്ക് ചെയ്യായിരുന്നു. ഫോറൻസിക് എന്ന് പറയുമ്പോൾ മറ്റേ ഇങ്ങനെ മരിച്ച സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് സിനിമയിലൊക്കെ കാണുന്നതല്ലേ? അത് ബയോളജി ഡിപ്പാർട്ട്മെന്റ് ആണ്. എന്റേത് ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ബാംഗ്ലൂരിൽ ലെക്ചറായിട്ട് വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ഈ പറയുന്ന പോലെ എനിക്ക് പാട്ട് എന്തെങ്കിലും ചെയ്യണം. എനിക്ക് ജോലി ഭയങ്കര ബോറടിയായി തുടങ്ങി. കാരണം എല്ലാ ദിവസവും ഒന്ന് തന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, ഒരേ ക്വസ്റ്റ്യൻസ് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു, ഭയങ്കര ബോറടിയായി. അപ്പോഴാണ് കോവിഡിന്റെ
ടൈമായിട്ട് എനിക്ക് വർക്ക് ഫ്രം ഹോം ആയിട്ട് ഞാൻ വീട്ടിലോട്ടേക്ക് വന്നു. ആ സമയത്ത് എനിക്ക് തോന്നി ഇങ്ങനെ പാട്ടിന്റെ കേസിൽ എന്തെങ്കിലും ചെയ്താലോ എന്നുള്ളൊരു തോട്ട് വന്നു. അങ്ങനെ ഞാൻ പാട്ടിന്റെ ഒരു പിന്നെ മ്യൂസിക് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കോഴ്സ് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കൊച്ചിയിലോട്ട് വരുന്നത്. അപ്പൊ കൊച്ചിയിലോട്ടൊക്കെ വന്നപ്പോൾ എനിക്ക് യാദൃഷ്ടികമായി എനിക്കൊരു സിനിമയിൽ നിന്ന് ചാൻസ് വന്നു. ഓഡീഷൻ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോഴും എനിക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടായിട്ടില്ല. ഞാൻ എന്താ പറയണ്ടേ, ഒട്ടും കോൺഫിഡൻസ് ഇല്ലാത്ത ഒരാളാണ് ഞാൻ. എനിക്ക് എന്നെ പറ്റിയിട്ട് എനിക്കത് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഞാൻ ഇതുവരെ അഭിനയം എന്ന് പറയുന്ന ഒരു സാധനം ഒരു സ്റ്റേജിൽ പോലും കയറിയിട്ട് അഭിനയിച്ചിട്ടില്ല. അപ്പൊ എനിക്ക് ഈ ഓഡീഷൻ കൊടുക്കുന്ന സമയത്തും ഞാനിത് എന്താ ഇപ്പൊ ചെയ്യാ, പറ്റുമോ എന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ടെൻഷനും ഉണ്ടായിരുന്നില്ല, കാരണം ഇത് പറ്റിയിട്ടില്ലെങ്കിൽ എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല, കാരണം അങ്ങനെ ഒരു തോട്ടായിരുന്നു. അപ്പൊ ഞാൻ ചുമ്മാ പോയിട്ട് ഓഡീഷൻ കൊടുത്തപ്പോൾ ഞാൻ ഇന്നായപ്പോഴാണ് എനിക്കിങ്ങനെ ഞാൻ ആലോചിച്ചത് ഓക്കെ സംതിങ് ഈസ് ദേർ വിത്തിൻ മീ. അപ്പോൾ എനിക്ക് പിന്നെ ആ സിനിമയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ നാള് അതിന്റെ പറയായിരുന്നു. അപ്പോൾ എനിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സിനിമ എന്ന് പറയുന്ന ഒരു സംഭവം എനിക്ക് തലയിൽ കയറി. താല്പര്യമുള്ള ഒരു ഫീൽഡാണ്, എനിക്ക് അഭിനയിക്കണം എന്നുള്ളൊരു താല്പര്യം അങ്ങനെയാണ് ഉണ്ടാവുന്നത്. അവിടുന്ന് പിന്നെ ഞാൻ ട്രൈ ചെയ്തിട്ട് പവി കെയർടേക്കറിൽ എനിക്ക് ഓഡീഷൻ വിനീതേട്ടൻ ഇങ്ങനെ ചോദിക്കുമായിരുന്നു, ഇങ്ങനെ ഒരു റോളുണ്ട്, അപ്പം ഓഡീഷൻ കൊടുക്കാൻ താല്പര്യമുണ്ടോ എന്ന്. ഞാൻ പറഞ്ഞു ഓക്കെ കൊടുക്കാം എന്നുള്ള കാര്യത്തിൽ ഞാൻ ഓഡീഷൻ കൊടുത്തു. അപ്പം അത് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു പവി കെയർടേക്കറിൽ ആ ക്യാരക്ടർ ഒരു വ്യത്യാസം ഉണ്ടായിട്ടില്ല. ഞാൻ എന്നുള്ള ഒരു ഇൻഡിവിജ്വൽ എനിക്ക് തോന്നുന്നു അതൊക്കെ കൊണ്ടായിരിക്കാം മേ ബി എന്നെ ഡയറക്റ്റ് ആയിട്ട് എന്നെ വിളിച്ചതും അതുകൊണ്ടായിരിക്കാം. ഇങ്ങനെ ഒരു റോൾ ഉണ്ട്, നീ ഒരു സീൻ ഒന്ന് ഓഡീഷൻ ചെയ്ത് നോക്ക്, എന്നെ കൊണ്ട് പറ്റുമോ എന്നുള്ളത് അറിയില്ലല്ലോ, എൻ്റെ ആദ്യത്തെ സിനിമയാണല്ലോ. അപ്പം അങ്ങനെ ചെയ്തു, അങ്ങനെ ഇന്നായി. അത് കഴിഞ്ഞിട്ട് ഇപ്പം 1.5 year കഴിഞ്ഞിട്ട് ഇപ്പം അടുത്ത സിനിമ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വലിയ ഗ്യാപ്പുകൾ എടുക്കുന്നതാണോ അതോ സിനിമ വേറെ ട്രൈ ആയിട്ടാണോ, എന്തുകൊണ്ടാണ്? ഇപ്പൊ വരുന്നുണ്ട്, പക്ഷെ എല്ലാം നല്ല ഒരു പ്രൊജക്ട് ചെയ്യണം എന്നുള്ളൊരു താല്പര്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് സെലക്റ്റീവ് ആവുന്ന അങ്ങനെ ഭയങ്കരമായിട്ടുള്ള സെലക്റ്റീവ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ നല്ല സ്ക്രിപ്റ്റുകൾ വന്നു കഴിഞ്ഞാൽ ചെയ്യണം എന്നാണ്. അപ്പൊ ഇതിന്റെ ഇടയിൽ 2-3 സ്ക്രിപ്റ്റ്സ് വന്നായിരുന്നു, പക്ഷെ ബാക്കി വന്നതൊന്നും എനിക്കൊന്നും അധികം ചെയ്യാനൊന്നും ഇല്ലാത്ത പോലെ എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാനത് എടുത്തില്ല. ആഭ്യന്തര കുറ്റവാളിയിൽ എനിക്ക് നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടർ വന്നതുകൊണ്ട് അങ്ങനെ എടുത്തു, അത് ചെയ്തു. നിങ്ങൾ രണ്ടുപേരും നായികമാരാണോ സിനിമയില്? അതെ. പാവ ആസിഫ് എന്താ പറയാ, ചെകുത്താന്റെയും കടലിന്റെയും നടുക്കുന്നുള്ള അവസ്ഥയിലായിരിക്കും. ഏതാണ്ട് നല്ല 2 സുന്ദരികളായ നായകന്മാരാണ് കേട്ടോ. പക്ഷെ ഇപ്പം ഇവര് പറയുന്ന പോലെ തന്നെ ഞാനിപ്പോ ഇങ്ങനെ കുറച്ചു നേരം ഇവരോട് സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നുക ഇവർക്ക് 2 പേർക്കും കോൺഫിഡൻസ് ഭയങ്കര കുറവാണ്. അതെന്താന്ന് എനിക്കറിയത്തില്ല. 2 പേരും സുന്ദരികളാണ്, എന്നെക്കാ സുന്ദരികളാണ്. ഞാനാണ് എന്തോരെ പുട്ടിയിട്ടിട്ടാന്ന് അറിയാമോ ഇവിടെ വന്നിരിക്കുന്നത്. ഇവര് 2 പേരും അതൊന്നും ഇല്ലാതെ വന്നിരിക്കുന്ന. പക്ഷെ അല്ലേ, എന്താ അതെന്തുകൊണ്ടാണ്? ഇപ്പോഴത്തെ ജനറേഷന്റെ പ്രശ്നമാണോ എനിക്കറിയത്തില്ല. കോൺഫിഡൻസിന്റെ ഇഷ്യൂ. ക്യാമറ ഫേസ് ചെയ്യാൻ കോൺഫിഡൻസിന്റെ കുറവുണ്ട് എന്ന് എനിക്ക് തോന്നി. എനിക്ക് പേഴ്സണലി ആദ്യത്തെ ഇന്റർവ്യൂ ആയി എന്റെ ഒരു അപ്പൊ ഇവിടെ തന്നെയാണ് വരേണ്ടതാ. എനിക്കെല്ലാം ആദ്യം തുടങ്ങുമ്പോ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടല്ലേ. തുളസി ശരിക്കും പണ്ട് കോളേജിൽ വലിയ സ്റ്റാർ ആയിരുന്നോ? കോളേജിലെ സുന്ദരി ഇതായിരുന്നു? അങ്ങനെയൊന്നുമല്ല, സ്റ്റാർ ഒന്നും ആയിരുന്നില്ല. എനിക്ക് തോന്നുന്നത് എന്താ അറിയോ, ഈ തുളസി സിനിമയിൽ വന്നു പറയുമ്പോ എല്ലാവരും ഞെട്ടിണ്ടോ. അങ്ങനെ തുളസി ഒരു പാവം കുട്ടിയായിട്ട് അഭിനയിക്കുന്ന ഒരു കുട്ടിയാണ്. പാവം കുട്ടിയായിട്ട് അഭിനയിക്കുന്നു. അപ്പൊ നീ ശരിക്കും അതായത് ഒരു നമ്മുടെ പാവം കൊച്ച്, അവള് ശരിക്കും ഭയങ്കര പാവാ. അപ്പൊ എല്ലാവർക്കും ഭയങ്കര ഞെട്ടലായിരിക്കും തുളസി സിനിമയിൽ അഭിനയിച്ചെന്ന് പറയുമ്പോ. അതെന്താ പാവങ്ങൾക്ക് സിനിമയിൽ അഭിനയിച്ചു? അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്, സംസാരിക്കാതെ അധികം ഒരു ഭയങ്കര ഇൻട്രോവേർട്ട് ആയിരുന്നു. സത്യം അല്ലേ? ഞാന് ഈ പറഞ്ഞ പോലെ ആർട്സ് വരുമ്പോ മാത്രം എക്സ്ട്രോവേർട്ട് ആവുന്ന ഒരാളായിരുന്നു കോളേജില്. എന്തൊക്കെ ചെയ്യുമായിരുന്നു ആർട്സിലൊക്കെ? ഞാൻ മെയിൻ ആയിട്ട് ഫോക്ക് ഡാൻസ് ഫോക്കസ് ചെയ്തിരുന്നത്. അത് ഈ പറഞ്ഞ പോലെ പഠിച്ചു. നാടോടി നൃത്തം അരിവാളും കൊടം എല്ലാം കൂടി നല്ല രസമാണ്. അത് അങ്ങനെ പ്രൊഫഷണലി പഠിച്ചിട്ടല്ല, ഡാൻസിനോട് അത്രയും ഇഷ്ടമുള്ളതുകൊണ്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു. ചെറുപ്പത്തില് സ്കൂളിലൊക്കെ കുട്ടികളൊക്കെ സ്റ്റേജിൽ ഡാൻസ് കളിക്കുമ്പോൾ എനിക്ക് കളിക്കാൻ പറ്റാതിരുന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ സ്റ്റേജിൽ നോക്കി നിന്നിട്ടുണ്ട്. എനിക്ക് എന്തുകൊണ്ട് കളിക്കാൻ പറ്റാഞ്ഞു? അത് അന്നത്തെ സിറ്റുവേഷൻസ് അങ്ങനെയായിരുന്നു. അതുകൊണ്ട് പിന്നെ ഈ ഡാൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേരൊക്കെ
നല്ല പ്രൊഫഷണലി ടീച്ചേഴ്സിനെ കൊടുന്ന് നല്ല മേക്കപ്പ് ചെയ്ത് അങ്ങനെയൊക്കെയാണല്ലോ ഈ സ്റ്റേജിൽ കയറുക. അപ്പൊ എനിക്ക് അന്ന് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ ഒറ്റയ്ക്ക് CD ഒക്കെ വാങ്ങി അതിൽ നോക്കി പഠിച്ച് അങ്ങനെ പെർഫോം ചെയ്യായിരുന്നു. അപ്പൊ ഫോക്ക് ഡാൻസ് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ നമുക്ക് ഒറ്റയ്ക്ക് പഠിച്ച് കളിക്കാൻ എളുപ്പമാണ്. ഭരതനാട്യം, മോഹിനിയാട്ടമൊക്കെ കുറച്ചും കൂടെ പ്രൊഫഷണൽ ആണ്. അപ്പൊ പിന്നെ എനിക്ക് ഡാൻസ് കളിക്കണം എന്നുള്ളതുകൊണ്ട്, പെർഫോം ചെയ്യണം എന്നുള്ളതുകൊണ്ട് ഞാൻ ഫോക്ക് ഡാൻസ് ചൂസ് ചെയ്ത് അത് കളിക്കാറുണ്ടായിരുന്നു കോളേജിലൊക്കെ. പിന്നെ അത് ആർട്ട് ഫോമിനോടുള്ളൊരു നമ്മുടെ കോളേജിൽ പഴശ്ശിയില്. അപ്പോൾ അത് ആയിരുന്നു മെയിൻ ഐറ്റം ഉണ്ടായിരുന്നത്. പിന്നെ ദേശീയഗാനം, സംഘഗാനം, അതിലൊക്കെ ഒന്ന് ദേശീയഗാനമൊക്കെ ഒറ്റയ്ക്ക് പാടിയിട്ടുണ്ട്. അതെല്ലാം പറയാൻ വരുന്നത്. ദേശീയഗാനം, അതില് ദേശീയഗാനം കോമ്പറ്റീഷൻ ദേശഭക്തി ഗാനം. ദൈവമേ, ഇത് ട്രോളോ. കോമ്പറ്റീഷൻ കുറച്ച് നെർവസ് ആയതുകൊണ്ട് ദേശീയഗാനം, ദേശഭക്തി ഗാനം അവൾ അതിന് വേണ്ടി നോക്കിയിരിക്കും എന്തോ വീഴുന്നുണ്ട്. അപ്പൊ ദേശഭക്തി ഗാനം, സംഘഗാനം അതിലൊക്കെ ഇങ്ങനെ ഇടയിലൂടെ അങ്ങനെ ഇങ്ങനെയൊക്കെ കയറിപ്പോവും. മെയിൻലി സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ ഇഷ്ടമാണ്. പക്ഷെ അത് കഴിഞ്ഞ് താഴെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ അക്കാഡമിക്കലി ആയിട്ടും വലിയ എന്താ പറയാ അല്ല, ഇത് ആർട്ട് ഫോംസ് ഒക്കെ ചെയ്യാൻ ഇഷ്ടമാണ്. പക്ഷെ പഠിക്കാൻ ഇഷ്ടമില്ല. പഠിക്കാൻ ആവറേജ് ആണ്. ജയിച്ചോ? അത് മതി. പിന്നെ PG ചെയ്തോ? ഇല്ല. ഏതായിരുന്നു? മൈക്രോബയോളജി BSc. അങ്ങനെയാണ് പഴശ്ശിയിലെത്തിയത് അല്ലെ? പഴശ്ശിയിൽ അങ്ങനത്തെ റയർ കോഴ്സുകൾ ഉണ്ടായിരുന്നു. ബയോകെമിസ്ട്രി, മൈക്രോബയോളജി, ജേർണലിസം. ജേർണലിസം ഒക്കെ കോമൺ ആണ്. ഇപ്പോഴാണ് കോമൺ. അന്ന് 2017-20 ആയിരുന്നു ഞാൻ പറയുന്നത് 2006 പക്ഷേ ഞാൻ കോളേജിൽ വന്നപ്പോഴാണ് ഞാൻ മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് തന്നെ അറിയുന്നത്. എനിക്ക് അറിയണ്ടായിരുന്നില്ല. മാസ് കമ്മ്യൂണിക്കേഷൻ ഇപ്പൊ ഭയങ്കര കോമൺ ആണ്. ഞങ്ങളൊക്കെ പഠിക്കുമ്പോ ഇല്ല. നിങ്ങൾ പഠിക്കുമ്പോ ഓക്കെ, അത് അന്തകാലം. അന്തകാലത്ത് 90 കിഡ്സടാ. എന്തിനാ 90 കിഡ്സ്? അന്തകാലത്ത് ജേർണലിസം വളരെ ഇപ്പം പഴശ്ശി എപ്പോഴും ഞാൻ ഓർക്കും. ഇങ്ങനത്തെ റയർ, ഞാൻ ബയോകെമിസ്ട്രി ഒന്നും കേട്ടിട്ടേ ഉണ്ടായിരുന്നില്ല. മൈക്രോബയോളജി, അതിന് PG ഉണ്ടായിരുന്നു അവിടെ. മൈക്രോബയോളജി ഒന്നും കേട്ടിട്ടില്ലേ? മൈക്രോബയോളജി ആ ടൈമില് വരുന്ന ടൈം അത്. അങ്ങനെ വീട്ടിലൊക്കെ നിങ്ങളൊക്കെ ഇവളുടെ വീട്ടില് പറഞ്ഞു. എന്റെ വീട്ടില് ഒട്ടും സമ്മതമില്ലായിരുന്നു. ഒട്ടും സമ്മതമില്ലായിരുന്നു. ഇപ്പോഴും അവസ്ഥയ്ക്ക് വലിയ മാറ്റമൊന്നുമില്ല. പക്ഷെ കുറച്ചൊന്ന് കൺവിൻസ്ഡ് ആയിട്ടുണ്ട്. അവര് ചിലപ്പോ സിനിമയൊക്കെ കണ്ടപ്പോ മനസ്സിലായി കാണും. എനിക്ക് തോന്നുന്നത്, ഞാൻ പറഞ്ഞു, എൻ്റെ അച്ഛനും അമ്മയും ഗവൺമെന്റ് എംപ്ലോയീസ് ആയിരുന്നു. അപ്പോ ഞാൻ വളരെ നല്ല രണ്ട് മനുഷ്യർ. അതെ, ആന്റിയൊക്കെ ഭയങ്കര സുന്ദരിയാണ്. ഭയങ്കര നല്ലൊരു. ഒന്നാമത് നിങ്ങൾ കണ്ണൂരാണ് ഇവരെ നാടല്ലേ? കണ്ണൂര് പയ്യന്നൂരെന്നാണ് ഞാൻ. അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ റീല് കണ്ടപ്പോ കണ്ടു. അതിനകത്ത് കണ്ണൂര് കേരളത്തിലെ ഏറ്റവും നല്ല ജില്ല ഏതാന്ന് വെച്ചപ്പോ അത് കണ്ണൂർ എന്നാണ് ChatGPT പറഞ്ഞു. അതെ, എനിക്കൊരു അഭിപ്രായമൊന്നുമില്ല. പിന്നെ അറിയില്ല, ഇപ്പൊ അവളുടെ കണ്ണൂരിനെ പറ്റിയാണല്ലോ പറയുന്നത്. അപ്പോ ഞാൻ എന്താ പറഞ്ഞേ, അച്ഛനും അമ്മയും ഗവൺമെന്റ് എംപ്ലോയീസ് ആണ്. അപ്പോ ഞാൻ അത്യാവശ്യം നന്നായിട്ട് പഠിക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ചെറുപ്പത്തിലൊന്നും എൻ്റെ വീട്ടിലെ അച്ഛനമ്മ ചേച്ചിയാണ്. ചേച്ചി കംപ്ലീറ്റ് എക്സ്ട്രാ കരിക്കുലർ ആണ്. ചെറുപ്പം തൊട്ടേ ഞാൻ കാണുന്നത് അവള് ഫുള്ള് കഥാപ്രസംഗം, മോണോ ആക്ട്, ഡാൻസ് എല്ലാം ഭയങ്കരമായിട്ട് പങ്കെടുക്കുന്ന ഒരാളാണ്. ഇവരാണ് നല്ല സപ്പോർട്ടുമാണ്, ഭയങ്കര സപ്പോർട്ടാണ്. പക്ഷെ നേരെ തിരിച്ചാണ് എൻ്റെ കാര്യത്തിൽ. എന്നെ മൈൻഡ് ചെയ്തേയില്ല. എനിക്ക് അങ്ങനത്തെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോന്നോ ചോദിച്ചിട്ട് കൂടി ഇല്ലാന്ന് തോന്നുന്നു. നീ ഇൻട്രോവേർട്ട് ആയിരിക്കും അന്ന്. ഞാൻ ഇൻട്രോവേർട്ട് ആണെന്ന് വെച്ചാൽ ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. അങ്ങനെ ഇൻട്രോവേർട്ട് എന്നൊന്നുമല്ല. ഞാൻ പാടുന്ന എൻ്റെ അച്ഛനും അമ്മയ്ക്ക് അറിയായിരുന്നു. അപ്പൊ എന്നെ പാട്ട് പഠിപ്പിച്ചിട്ടൊന്നുമില്ല. ഇൻഫാക്ട് പാട്ട് പഠിപ്പിക്കാൻ ഒരിക്കൽ കൊണ്ടുപോയിട്ട് പിന്നെ ഞാനാണ് പിന്നെ ചെറുപ്പത്തിൽ കണ്ടിന്യൂ ചെയ്തില്ല. പിന്നെ അപ്പൊ അവരുടെ കുറ്റമല്ലല്ലോ, കൊണ്ടുപോയിട്ട് തിരിച്ചു പോകുന്ന കാണും. തിരിച്ചു പോകുന്നു. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, നമ്മളിങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെയും ഞാൻ ഈ പറയുന്ന പോലെ കുഞ്ഞു എനിക്ക് സ്റ്റേജ് ഫിയർ ഒക്കെ ഭയങ്കരമായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഇൻട്രോവേർട്ട് ആണോന്ന് എനിക്കറിയില്ല, സ്റ്റേജ് ഫിയർ നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു അവർ കുറച്ചുകൂടെ ഞാൻ പഠിക്കുന്നുണ്ട് അവർ വിചാരിച്ചു കാണും
ഇതിനെ ആ സൈഡിലോട്ട് വിട്ടാൽ മതി, ഇതിനെ ഈ സൈഡിലോട്ടും വിടാന്നില്ല 2 പാർട്ടാക്കി വിട്ടു. അത് ചേച്ചി കംപ്ലീറ്റ് എക്സ്ട്രാ കരിക്കുലറും ഞാൻ കംപ്ലീറ്റ് പഠിത്തത്തിലേക്കും പോയി. അപ്പോൾ ഈവൻ വെരി റീസെന്റ് ആണ് എൻ്റെ അമ്മ തിരിച്ചറിയുന്നത് എനിക്ക് ഡാൻസ് കളിക്കാൻ കഴിവുണ്ടെന്ന്. അതറിയോ? ചെറുപ്പത്തിൽ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഡാൻസ് കളിക്കാൻ, എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഡാൻസ് കളിക്കാൻ ഉള്ള അവസരങ്ങളും ഉണ്ടായിട്ടില്ല. എന്നെ ഇവരത്ര എന്താ പറയാ അത്രക്ക് അങ്ങ് പ്രൊമോട്ട് ചെയ്തിട്ടുമില്ല. ചെറിയൊരു പുഷ് കിട്ടിയാൽ മതിയായിരുന്നു. ചെറിയൊരു പുഷ് കിട്ടിയാൽ മതിയായിരുന്നു. ഞാനിപ്പോ എവിടെ എത്തി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഒബ്വിയസ്ലി അവരുടെ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് ഞാൻ പഠിച്ചിട്ട് ജോലി റിലേറ്റഡ് ആയി സെറ്റിൽ ആവുന്നു, അതൊക്കെയാണ് അവരുടെ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിന്ന് കംപ്ലീറ്റ് ആയിട്ട് അവരൊരിക്കലും ചിന്തിക്കാത്ത രീതിയിലാണ് ഞാനൊരു യൂ ടേൺ എടുത്തത്. അവിടുന്ന് ജോലി റിസൈൻ ചെയ്യുന്നു, സിനിമയിലേക്ക് വരുന്നു. അത് അവർ നല്ലൊരു ജോലിയിൽ ഇരിക്കുമ്പോഴാണ് നീ അത് നല്ലൊരു ജോലിയിൽ ഇരിക്കുമ്പോഴായിരുന്നു ഞാൻ റിസൈൻ ചെയ്തിട്ട് സിനിമയിലോട്ട് വരുന്നത്. അപ്പൊ അത് അവർക്ക് എക്സ്പെക്ട് ചെയ്യാൻ അവര് എന്താ പറയാ അവരൊട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു കാര്യമായിരുന്നു. അത് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതിന് എനിക്ക് ഭയങ്കര വഴക്കൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ എന്ത് തോന്നിവാസാണ് ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്ത് കണ്ടിട്ടാണെന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നു. കുറെ പിന്നെ കൺവീൻസ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പടം ഇറങ്ങിയപ്പോൾ കുറച്ചൊന്ന് കൺവീൻസ് ആയി. എന്നിട്ടും നിർത്തിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ടും അവരെൻ്റെ അടുത്ത് ഇപ്പോഴും എൻ്റെ അമ്മയും അച്ഛനും വിളിച്ചിട്ട് എൻ്റെ അടുത്ത് അമ്മ ഡെയിലി വിളിച്ചിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജോബിന് അപ്ലൈ, ആ ജോബിന് അപ്ലൈ, അത് തന്നെയാണ് എന്നോട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് എന്ത് വിചാരിച്ചിട്ടാണ്, എത്ര കാലം വിചാരിച്ചിട്ട് ഇങ്ങനെ സിനിമയിൽ നിൽക്കും, കൺസിസ്റ്റന്റ് അല്ലല്ലോ, ഒരു ഇൻകം ഇല്ലല്ലോ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ചോദിച്ചിട്ട് ഇറ്റ്സ് എ ഫാക്ട്. അത് സത്യമാണ്. കാരണം നമുക്കറിയാലോ ഈ ഫീൽഡ് എന്ന് പറയുന്നത് കൺസിസ്റ്റന്റ് ആയിട്ട് നമുക്ക് സിനിമ വരണം എന്നില്ല. ലക്കും ഒരു ഫാക്ടറാണ്. ഒരു സിനിമ കഴിഞ്ഞപ്പോ പിന്നെ സിനിമ കിട്ടാതെ വന്നപ്പോ നിനക്ക് ഈ പറയുന്ന പോലെ പ്രശ്നങ്ങളും പ്രഷറും ഉണ്ടായോ പേഴ്സണലി? ഒരു സിനിമ കിട്ടാതെ ആയപ്പോഴോ? അതായത് നിങ്ങൾക്ക് തന്നെ ഇപ്പം നീ സിനിമയാണെന്ന് ഫിക്സ് ചെയ്തു, ഒരെണ്ണം കഴിഞ്ഞു, പിന്നെ സമയം എടുത്തില്ലേ? ആ സമയത്തില് എനിക്ക് പ്രഷർ വീട്ടിൽ നിന്ന് ഉണ്ടായിട്ടില്ല. കാരണം ഞാൻ വീട്ടുകാരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് നല്ലത് വന്നാലേ ഞാൻ ചെയ്യുന്നുള്ളൂ എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് മെന്റലി പ്രശ്നം ഉണ്ടായിരുന്നു. വീട്ടുകാർക്ക് അങ്ങനെ ഉണ്ടായിരുന്നില്ല. ആ ഒരു ഗ്യാപ്പിൽ അവര് കുറച്ചൊന്ന് ഓക്കെ ആയിരുന്നു. പക്ഷെ ഞാൻ പേഴ്സണലി മെന്റലി ഭയങ്കര പ്രശ്നമായിരുന്നു എനിക്ക്. ആ വെയിറ്റിംഗ് പീരീഡ് എനിക്ക് തോന്നുന്നു എല്ലാ ആക്ട്രസിന്റെയും പ്രശ്നങ്ങളായിരിക്കും അത്. ആ ഒരു സിനിമ കഴിഞ്ഞ് അടുത്ത സിനിമയിലേക്ക് ഉള്ള ആ ഒരു വെയിറ്റിംഗ് പീരീഡ് അത് ഭയങ്കര സ്ട്രഗ്ലിംഗ് പീരീഡാണ്. കാരണം നമുക്കറിയില്ല ഇത് ക്വിറ്റ് ചെയ്യണോ കണ്ടിന്യൂ ചെയ്യണോ എന്നുള്ള കാര്യം അറിയാത്തൊരു സംഭവമാണ്. ഫിനാൻഷ്യലി ഭയങ്കര സ്ട്രഗിളാണ്. വീട്ടിൽ ചോദിക്കാൻ പറ്റില്ല പൈസ. കാരണം നമ്മൾ ഒറ്റയ്ക്ക് എടുത്ത തീരുമാനമാണ് ഇതിലോട്ട് വരാന്നുള്ളത്. ഇവൻ തോ അവര് നമ്മളെ സപ്പോർട്ട് ചെയ്യും, നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അവര് സപ്പോർട്ട് ചെയ്യും. പക്ഷെ നമുക്ക് ചോദിക്കാൻ പറ്റില്ല, കാരണം നമ്മൾ ഇത്രയും പ്രശ്നമായിട്ടാണല്ലോ നമ്മൾ ഈ ഫീൽഡിലോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഒബ്വിയസ്ലി ആ ഒരു ടൈം പീരീഡ് ഞാൻ നന്നായിട്ട് മെന്റലി ഭയങ്കര ഡൗൺ ആയിരുന്നു. ഞാൻ ഒരു ഡിപ്രസ്ഡ് സ്റ്റേജിൽ തന്നെ ആയിരുന്നു. പക്ഷെ എന്ന് വിചാരിച്ചിട്ട് വരുന്ന എല്ലാ സിനിമകളും ചെയ്യാം വരുന്ന എല്ലാ സിനിമയും എടുത്തിട്ട് ചെയ്യാന്നുള്ള തോട്ടും എനിക്ക് ഉണ്ടായിരുന്നില്ല. കാരണം അങ്ങനെ ഒരുപാട് സിനിമകൾ ഇപ്പൊ സംഭവിക്കുന്നുണ്ട്, അറിയപ്പെടാതെ പോകുന്ന ഒരുപാട് സിനിമകളുണ്ടല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല എന്ന് എനിക്ക് തോന്നി. നല്ലത് വന്നിട്ട് ചെയ്തിട്ട് കാര്യമുള്ളൂ എന്നുള്ള ഒരു കാര്യം ഉണ്ടായതുകൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്തു. ബാക്കിയുള്ള ആ ഒരു പീരീഡ് ഓഫ് ടൈം എന്ന് പറയുന്നത് മോഡലിങ്ങും ആഡും ഒക്കെ ചെയ്തിട്ട് ഞാൻ ഒരു വേ ഓഫ് ഇൻകം ഉണ്ടാക്കി. അങ്ങനെ അത് ഭയങ്കര പ്രശ്നമാണ്. കാരണം ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് എനിക്ക് നമ്മുടെ ഏജിലെ എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. എല്ലാവരും പറയും പൈസ ഇല്ലെങ്കിൽ എന്താ മനസ്സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റും എന്നൊക്കെ പറയും. പൈസ ഉണ്ടെങ്കിലേ മനസ്സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. പൈസ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് നമ്മൾ ഒരു എന്താ പറയാ എവിടെയെങ്കിലും പോയിട്ടൊന്ന് ഫുഡ് കഴിക്കണം, നമുക്ക് ഒന്നും ഈവൻ ഒരു സെക്കൻഡ് തോട്ട് ഇല്ലാതെ നമുക്ക് ഒറ്റക്ക് പോയി കഴിക്കാൻ പറ്റണം. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്ന് എന്തെങ്കിലും സാധനം മേടിക്കണമെങ്കിൽ നമുക്ക് ആരോടും ചോദിക്കാതെ ചെയ്യാൻ പറ്റണം എന്നുള്ള ആ ഒരു സംഭവം. ഇത് നമ്മുടെ മാനസിക നിലയെ ഏറെക്കുറെ പൈസക്ക് സ്വാധീനിക്കാൻ പറ്റും അല്ലേ? ഒരുപാട്. എനിക്ക് ഹാപ്പിനെസ് കുറച്ചൊക്കെ മേടിക്കാൻ പറ്റും. എനിക്ക് തോന്നിയൊരു കാര്യം 90% പൈസയാണ്. 90% പൈസയാണ്. ബാക്കി നമ്മൾ ഈ പറയുന്ന പോലെ നമ്മളെ തോട്ട് പ്രോസസ്സിൽ ഉണ്ടാക്കാൻ പറ്റുന്നത്. പൈസ ഉണ്ടായാൽ തന്നെ നമ്മുടെ പകുതി പ്രശ്നം തീർന്നു, സോർട്ടഡ് ആയി കുറെ കാര്യങ്ങൾ. അങ്ങനെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്.
തുളസിക്ക് അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടോ ഈ ഒരു, അതായത് ഇപ്പൊ എത്ര ഏജ് ആയി, ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊരു ജോലി ചെയ്യേണ്ട അല്ലെങ്കിൽ ഒരു PG കഴിഞ്ഞ് ജോലി ചെയ്യേണ്ട ഈ സമയമാണ്. ആ സമയത്താണ് നിങ്ങൾ സിനിമയ്ക്ക് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ട് വീട്ടിൽ ചുമ്മാ ഇരിക്കുകയാണല്ലോ അവർ നോക്കുമ്പോൾ. അപ്പൊ അങ്ങനത്തെ ഒരു സ്ട്രഗിളിലൂടെ പോകേണ്ടി വന്നിട്ടുണ്ടോ ലൈഫിൽ? ഫിനാൻഷ്യലി സ്ട്രഗിൾ ഉണ്ടായിട്ടുണ്ടോ? ഫിനാൻഷ്യൽ സ്ട്രഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും. പക്ഷേ എൻ്റെ അമ്മ ആണിപ്പോൾ എന്നെ ഫിനാൻഷ്യലി ബാക്കപ്പ് ചെയ്യുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ അവിടെ ഫിനാൻഷ്യലി ബാക്കപ്പ് ചെയ്യാനില്ലെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ള ഒരു കാര്യം ഞാനിപ്പോൾ ചിന്തിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും പെട്ടുപോകും. കാരണം ഞാൻ ഡിഗ്രി കഴിഞ്ഞ് ഉടനെയാണ് കൊറോണ വരുന്നത്. പിന്നെ 2 വർഷം ലോക്ക്ഡൗൺ ആയി. പിന്നെ ഞാൻ വെറുതെ ഇരുന്നു കുറച്ചു കാലം. അപ്പോഴൊക്കെ നോക്കുന്നുണ്ട്. പിന്നെ ഞാനൊരു 5 മാസം ഒരു വർക്ക് ഫ്രം ഹോം എടുത്തു. അതെനിക്ക് ഭയങ്കര സ്ട്രെസ്ഫുള്ളായിട്ട് അത് ഞാൻ റിസൈൻ ചെയ്തു. പിന്നെ അതെനിക്ക് പുറത്ത് പോകണമായിരുന്നു. അവർ വർക്ക് ഫ്രം ഹോം മാറ്റിയിട്ട് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഫോക്കസ് സിനിമ ആയതുകൊണ്ട് ഞാൻ അങ്ങനെ പോയി കഴിഞ്ഞാൽ എനിക്ക് ഒരിക്കലും തിരിച്ചു വരാൻ പറ്റില്ല എന്നുള്ളൊരു ഉറപ്പ് എനിക്കുണ്ടായിരുന്നു. അപ്പം ഞാനത് റിസൈൻ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും കുറേ കാലം വീട്ടിലിരുന്നു. അപ്പോഴൊക്കെ വീട്ടുകാർ തന്നെയാണ് ബാക്കപ്പ് ചെയ്തത് ഫിനാൻഷ്യലി. എനിക്ക് തോന്നുന്നു തുളസിക്ക് അങ്ങനെ ഒരുപാട് ആവശ്യങ്ങളൊന്നും ഇല്ലെന്ന് തോന്നുന്നു. നമ്മൾ നാട്ടിലാണ് നിൽക്കുന്നതെങ്കിൽ പിന്നെ നമുക്ക് ഇപ്പൊ കൊച്ചി പോലെ സിറ്റിയിലൊക്കെ ആണെങ്കിലാണ് നമുക്ക് അതൊരു പോയിന്റ് ആണ്. നമ്മൾ വീട്ടിൽ നിൽക്കുമ്പോൾ നമുക്ക് കാര്യമായിട്ടൊന്നും എന്താ പറയാ ചെലവുകളൊന്നും എനിക്ക് വീട്ടിൽ പോയി കഴിഞ്ഞാൽ ആകെയുള്ള ചെലവെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ചില ദിവസം ഒരേ കറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പുറത്തുനിന്ന് അൽഫാം ഓർഡർ ചെയ്യാം, ഷവർമ ഓർഡർ ചെയ്യാം എന്നുള്ള അതിലാണ് എനിക്ക് വീട്ടിൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആകെയുള്ള ചെലവുണ്ടാവുക. അല്ലെങ്കിൽ ചെലവില്ല വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ. പക്ഷെ ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഭയങ്കര ചെലവാ. കൊച്ചിയിൽ നിൽക്കുമ്പോൾ ചെലവ് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അന്തം വിടും. അങ്ങനെ ആയിരിക്കും. പൈസ എങ്ങനെ പോകുന്നതെന്ന് ഒരു ഐഡിയ ഉണ്ടാവില്ല. ഈ പറയുന്ന ഇപ്പൊ എല്ലാരും പറയുന്ന പോലെ തന്നെ ഡിപ്രഷൻ സ്റ്റേജിലൂടെ പോയിട്ടുണ്ട് അല്ലേ? അപ്പൊ ആ സ്റ്റേജ് എങ്ങനെയാണ്? ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ശ്രേയ പറയും, എനിക്കൊരു സുഖമില്ല, ഒരു ഡിപ്രഷനിലേക്ക് പോകുന്നു. എങ്ങനെയാണ് നിങ്ങൾക്കത്, എങ്ങനെയാണ് അതിനെ ഓവർകം ചെയ്യുന്നത് ഈ ഒരു സ്റ്റേജിനെ? എനിക്ക് തോന്നുന്നു ഡിപ്രഷൻ എന്നുള്ള വേർഡ് ഇപ്പൊ ഭയങ്കരമായിട്ട് കോമൺ ആണ്. ഭയങ്കരമായിട്ട് ഓവർ റേറ്റഡ് ആയി എന്ന് എനിക്ക് തോന്നുന്നു. കാരണം എല്ലാവരും യൂസ് ചെയ്യുന്ന കാരണം ഒന്നും മൂഡ് ഔട്ട് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ഞാൻ ഡിപ്രഷൻ ആണോ അങ്ങനെ, അതല്ല ഡിപ്രഷൻ. ആക്ച്വലി എനിക്കതാ നമ്മൾ മൂഡ് ഔട്ട് ആയിട്ട് ഒരു എന്തെങ്കിലും ഒരു കാര്യം നടന്നില്ല, അപ്പൊ മൂഡ് ഓഫ് ആയി, അപ്പൊ ഞാൻ ഡിപ്രസ്ഡ് ആണ്. അതല്ല ബേസിക്കലി ഡിപ്രഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഈ പറയുന്ന പോലെ ലിറ്ററലി ഒരു ദിവസം നമുക്ക് എത്ര മണിക്കൂർ, ലൈക്ക് ഞാനൊക്കെ ഉണ്ടല്ലോ ഒരു ദിവസം എഴുന്നേക്കാൻ പറ്റാതെ കംപ്ലീറ്റ് ഉറങ്ങിക്കൊണ്ടേയിരുന്നു. അതായത് എനിക്ക് ഉറങ്ങാനാണ് ഇഷ്ടം, എനിക്ക് വേറെ ഒന്നും ചെയ്യണ്ട, എനിക്ക് ഉറങ്ങിക്കൊണ്ടിരിക്കാനാണ് ഇഷ്ടം. കാരണം ഉറങ്ങുന്ന സമയത്ത് ഞാൻ ചിന്തിക്കുന്നില്ല. അപ്പം ഓട്ടോമാറ്റിക്കായിട്ട് എനിക്ക് താല്പര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിന്തിക്കണ്ടല്ലോ, ഒന്നും ചിന്തിക്കണ്ട, ഫുഡ് പോലും വേണ്ട, ഉറങ്ങിക്കൊണ്ടിരിക്കുക. ആ ഒരു സ്റ്റേജ്. ഉറങ്ങി നമ്മൾ എണീക്കില്ലേ ഒരു മൊമെന്റില്? എഴുന്നേറ്റ് കഴിഞ്ഞാലും ഒരു എന്താ പറയാ, ഒരു ശൂന്യത, ഒന്നുമില്ല. മനസ്സിലായോ? ഒന്നിനോടൊരു താല്പര്യമില്ല. ജിമ്മിൽ പോകാൻ താല്പര്യമില്ല, ഫ്രണ്ട്സ് വിളിച്ചിട്ട് മീറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ താല്പര്യമില്ല, ആൾക്കാരുടെ ഫോൺ എടുക്കാറില്ല. ഞാൻ അങ്ങനത്തെ ഒരു സ്റ്റേജ് ഒക്കെ ഉണ്ടായിരുന്നു. ആരുടെയും ഫോൺ എടുക്കാറില്ല. ഭയങ്കര എന്താ പറയാ, ഭയങ്കര ഒരു നമുക്ക് മനസ്സിലാവില്ല നമ്മൾ എന്താണ് നെക്സ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് ഭയങ്കരമായിട്ട് മനസ്സിലാവാത്തൊരു സ്റ്റേജ് ഉണ്ടായിരുന്നു എനിക്ക്. അപ്പം അത് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഈ പറയുന്ന പോലെ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് ഒരു ഹെൽപ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ എനിക്ക് ഒരു മടിയുണ്ടായിരുന്നില്ല. കാരണം എനിക്ക് എൻ്റെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് എന്നോട് തന്നെ ഇങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ കംപ്ലീറ്റ് എൻ്റെ മൈൻഡ് ഔട്ടാവും എന്നുള്ള ഒരു കാര്യം എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ തന്നെ അത് ഈ പറയുന്ന പോലെ ഒരു ഹെൽപ്പ് സീക്ക് ചെയ്തു. അങ്ങനെ തെറപ്പി എടുത്തിട്ട് തെറപ്പി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും കുറെയൊക്കെ നമ്മുടെ കയ്യിലാട്ടോ. കാരണം അവർക്ക് നമ്മളെ പറയുന്ന പോലെ നമ്മൾ ചെയ്യണം അല്ലേ? അവര് പറയുന്ന പോലെ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നമ്മളത് കുറെ ടെക്നിക്സ് ഉണ്ട്. നമുക്കിപ്പം ആങ്സൈറ്റി വരുമ്പോഴും പാനിക് അറ്റാക്ക് വരുമ്പോഴും നമുക്കിപ്പോൾ ബാക്ക് ടു നോർമലിലേക്ക് ആവാൻ വേണ്ടിയിട്ട് കുറേ ടെക്നിക്സ് ഉണ്ട്. പക്ഷേ ഇതിലൊക്കെ ഉപരി നമ്മൾക്കൊരു സെൽഫായിട്ടുള്ള ഒരു അവയർനെസ് ഉണ്ടാവണം. നമ്മൾ ഇതിലൂടെയാണ് ഗോ ത്രൂ ചെയ്യുന്നത്. സോ വി ഹാവ് ടു ബി ലൈക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതിനൊക്കെ നമ്മൾ റെഡി ആയിരിക്കണം. അല്ലെങ്കിൽ തെറാപ്പി എടുത്തിട്ട് ഒരു കാര്യമില്ല. അത് പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടുള്ള ഒരു മനസ്സുണ്ടാവണം. എന്നാൽ മാത്രമേ അതെടുത്തിട്ടുള്ള കാര്യമുള്ളൂ. അല്ലെങ്കിൽ പിന്നെ അത് വേസ്റ്റ് ഓഫ് മണിയാണ്. പിന്നെ
ഇത് ഈ സ്റ്റേജിലൂടെ പോകുന്ന സമയത്ത് ഞാനൊക്കെ ഹൈലി ഫിനാൻഷ്യൽ ക്രൈസിസ് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു തെറാപ്പി എടുക്കുന്ന എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. ഒരു സെഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1500 ഒക്കെ ആയിരിക്കും. അപ്പം ഒരു വീക്കിൽ നമുക്ക് മേ ബി നമുക്ക് 2-3 സെഷൻസ് ഒക്കെ വേണ്ടി വരും. അപ്പം നമ്മളിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും, അയ്യോ ഒരു വീക്കിൽ തന്നെ ഇത്ര പൈസ ചെലവായി, അന്നേരം നമ്മൾ വേണ്ടെന്ന് വെക്കും. അത് ഓക്കെ, ഇത്രയും ചെലവ് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല, അപ്പം ഓക്കെ തെറാപ്പി വേണ്ടാന്ന് വിചാരിക്കും. അങ്ങനത്തെ സ്റ്റേജ് ഉണ്ടായിരിക്കും. അപ്പൊ ആ സമയത്തൊക്കെ എൻ്റെ ബിലോവ്ഡ് ആയിട്ടുള്ള എൻ്റെ തെറാപ്പിസ്റ്റിന്റെ അടുത്ത് എനിക്ക് പറയാനുള്ള അവര് ഭയങ്കര നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു എനിക്ക്. ഈ പറയുന്ന പോലെ ഞാൻ ഫിനാൻഷ്യലി എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞപ്പോഴും അവരുണ്ടായിരുന്നു കുറെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ എൻ്റെ ഫ്രണ്ട്സ്, എനിക്ക് അത്ര വലിയ സർക്കിളൊന്നും ഇല്ല. ഞാനൊരു 2-3 ആൾക്കാരായിട്ട് ക്ലോസ് ആയിട്ട് ഞാൻ സംസാരിക്കാറുള്ളൂ എപ്പോഴും. വളരെ ചെറിയ സർക്കിളാണ് എൻ്റെ. അപ്പം ഇവരെന്നെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അവരെന്നെ സംസാരിച്ചിട്ടും അതേപോലെ എനിക്ക് വേണ്ട മെന്റൽ ഹെൽപ്പ് തന്നിട്ടും സപ്പോർട്ട് തന്നിട്ടും എന്നെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു അതൊക്കെ തന്നെയാണ് എന്നെ അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഹെൽപ്പ് ചെയ്തൊരു സംഭവം. പിന്നെ ഈ പറയുന്ന പോലെ നമ്മൾ കുറേ എന്താ പറയാ വിഷമിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചുറ്റും നോക്കി നമ്മളിങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുന്നതേ ഉണ്ടാവുള്ളൂ. എന്തെങ്കിലും ഒന്ന് നമുക്ക് എല്ലാം പഴയ പോലെ നടക്കും. നമ്മൾ മാത്രം ഉണ്ടാവും ഇങ്ങനെ ഇരിക്കുന്നേ. അപ്പൊ അതിൽ നിന്ന് ഓവർകം ചെയ്യണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം. അപ്പൊ നമ്മള് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ബൂസ്റ്റ് ആയിക്കോളും. എനിക്കിത് ചെയ്യണം എന്നുള്ള ഒരു ഇപ്പൊ ചേച്ചി പറഞ്ഞില്ലേ, ഇപ്പോഴും ഞാനിങ്ങനെ ഇടയ്ക്ക് പറയും, എനിക്കിങ്ങനെ വീണ്ടും ഞാൻ ആ ലൂപ്പിലോട്ട് പോകുന്നുണ്ടോ. എനിക്ക് തോന്നിയ ഒരു കാര്യം, അത് ശരിയാണോ എന്നറിയില്ല, ഒരു ഡിപ്രഷനിലൂടെ പോയ ഒരാള് കംപ്ലീറ്റ് ആയിട്ട് റിക്കവർ ആവുക എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. വൺ ഓർ ദ വേ നമ്മുടെ ഉള്ളില് ആ ഒരു സിറ്റുവേഷൻസ് വരുമ്പോൾ നമ്മൾ പോവാൻ ചാൻസസ് കൂടുതലാണ്. നമ്മളെ ഉള്ളില് കംപ്ലീറ്റ് ആയിട്ട് ഒരു റിക്കവർ ആയിട്ട് നമ്മളൊരു പുതിയ ഹ്യൂമൻ ആയിട്ട് വരിക എന്നുള്ള കാര്യം ഉണ്ടോന്ന് എനിക്കറിയില്ല. പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്ത കാര്യം എവിടെ ഉള്ളില് അത് സബ്സൈഡ് ചെയ്ത് നിൽക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു റീസൺ വരുമ്പോ അത് കൊച്ചു കാര്യങ്ങൾ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക അല്ലേ. നമ്മളെ കൊച്ചു ലൈഫല്ലേ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ. ഇപ്പൊ നിങ്ങൾക്കത് മനസ്സിലാവില്ല, കാരണം നിങ്ങൾ 30-ക്കുള്ളിൽ നിൽക്കുന്ന ആളുകളാണ്. 26, 25, 24 ആ ഏജില് 28 ആവാം. പക്ഷെ നമ്മള് 30+ ആയി കഴിഞ്ഞാൽ, ഇപ്പൊ എന്നെ പോലെ 35 ഒക്കെ ആയി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ചിന്തിക്കാൻ തുടങ്ങും, ഓയോ നമ്മുടെ ലൈഫ് ഇപ്പം ഇനി ആ ഒരു 35 ഇയേഴ്സ് നമ്മൾ ജീവിക്കുമെന്ന് നമുക്ക് ഒരു ഉറപ്പുമില്ല. അത് കഴിഞ്ഞു പോയി അത്രയും കാലം. അപ്പൊ നമുക്ക് നമ്മുടെ 3 വയസ്സ് 4 വയസ്സിലൊക്കെ നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ മെമ്മറിയിൽ ഉണ്ടല്ലോ. എന്നാലോചിക്കുക, അത്ര പോലും കാലം നമ്മൾ ഇനി ഈ ഭൂമിയിൽ സർവൈവ് ചെയ്യില്ല. ഇല്ല. അപ്പം എനിക്കൊക്കെ പേഴ്സണലി ഫീൽ ചെയ്യും, ഞാനിപ്പോ ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കുന്ന ഒരു കാര്യമാണ്, വലുതാവണ്ടായിരുന്നു എന്ന്. കാരണം ആ ഒരു ഞാൻ പഠിക്കുന്ന കാലം വരെ എനിക്ക് ഈ പറഞ്ഞ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് എപ്പോഴാണ് ഈ പ്രശ്നം വന്നതെന്ന് എനിക്ക് ലിറ്ററലി അറിയില്ല. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കും, വലുതാവണ്ടായിരുന്നു. ചെറുപ്പത്തിലാണെങ്കിൽ നമ്മൾ ആ വീട്ടിൽ വരുന്നു, പഠിക്കുന്നു, വീട്ടില് എല്ലാരോടും സംസാരിക്കുന്നു, ആ ഒരു റുട്ടീൻ ആണല്ലോ, അത് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് അത് എല്ലാവർക്കും ഇപ്പൊ എല്ലാവർക്കും തന്നെ, അതായത് നമ്മൾ ഈ റീലൊക്കെ കാണില്ല, ഇൻസ്റ്റാഗ്രാം കാണുമ്പോൾ എല്ലാത്തിലും പറയുന്നില്ലേ ഇങ്ങനെ വലുതായി കഴിഞ്ഞിട്ട് അങ്കിൾ എന്നൊക്കെ, ഇപ്പൊ ആന്റി എന്നൊക്കെ നമ്മളെ പിള്ളേർ വിളിക്കുമ്പോ നമ്മളിങ്ങനെ അയ്യോ ആന്റി, മെന്റലി നമ്മൾ പ്രിപ്പയർ ആയിട്ടില്ല ആന്റിമാരാവാൻ വേണ്ടിയിട്ട് അല്ലെ. ഞാനൊന്നും ഒരിക്കലും ആയിട്ടില്ല. പക്ഷെങ്കിൽ എന്റെ മോളുടെ കൂടെ പഠിക്കുന്ന കുട്ടികൾ തന്നെ ആന്റി എന്നല്ലേ വിളിക്കുക. സോ നമ്മളത് അക്സെപ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ, അതാണ് റിയാലിറ്റിയാ. അപ്പൊ എന്ത് ചെയ്യാം, നമ്മൾ കൊച്ചു കാര്യങ്ങൾ നമുക്ക് സന്തോഷം കണ്ടെത്തുക. സൗഹൃദങ്ങളായിരിക്കാം, കൂട്ടുകാര്, ട്രിപ്പ്, ട്രാവല്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുഞ്ഞു സാധനങ്ങളില്. ട്രാവൽ തന്നെ ആക്ച്വലി ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ട്രാവൽ ചെയ്യുന്ന സമയത്ത് അത് ഭയങ്കരമായിട്ട് മെഡിസിൻ ആണ്. അതെ സത്യം. നമ്മള് പ്രത്യേകിച്ച് മൗണ്ടെയിൻസ്, ഞാൻ ഒരു മൗണ്ടെയിൻ പേഴ്സൺ ആണ്. എനിക്ക് ബീച്ച് പേഴ്സൺ ആണല്ലേ, ഞാൻ ഒരു മൗണ്ടെയിൻ പേഴ്സൺ ആണ്. എനിക്ക് ശരിക്കും മൗണ്ടെയിൻസ് ഹീൽസ് പറയുന്നത് സത്യം. എനിക്ക് ഭയങ്കര നല്ല ചേഞ്ച് ഉണ്ടായിരുന്നു. നടക്കാനേ വയ്യ. തുളസി ആണെങ്കിലോ, തുളസിക്ക് എന്താ ഇഷ്ടം, ലൈഫിൽ എന്തൊക്കെയാ ഇഷ്ടങ്ങള്? തുളസി ശരിക്കും ഭയങ്കര, ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോ തുളസി പറയായിരുന്നു, ഇനിയിപ്പോ തുളസി പോകുന്നത് വലിയൊരു കുടുംബത്തിലേക്കാ അല്ലേ. അവിടെ പോയി എല്ലാ പണികളും ഒക്കെ പഴയ പോലെ തന്നെ ചെയ്യുന്ന ഒരാളാണ്. മുറ്റമൊക്കെ അടിക്കില്ല രാവിലെ എണീറ്റിട്ട്? മുറ്റം മുറ്റടിക്കാൻ ആരെങ്കിലും ഉണ്ടോ? വരും? അങ്ങനെയില്ല, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യും. എനിക്ക് പക്ഷെ ഞാനിപ്പോ നിങ്ങളൊക്കെ പറഞ്ഞതിന് കുറച്ച് ഓപ്പോസിറ്റ് ആണ്. എനിക്ക് ഇത് ആകെ ചെയ്യാൻ ഇഷ്ടം ഈ പറഞ്ഞ പോലെ, ഇപ്പം സിനിമയിൽ അഭിനയിച്ച് കഴിഞ്ഞപ്പോ ഞാൻ ഭയങ്കര എന്താ പറയാ, ഒരു
ബോറടിക്കാണ്ട് എൻജോയ് ചെയ്തൊരു അഭിനയിച്ചത്. അപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്തത് ഓക്കെ ഇത് എനിക്ക് ശരിക്കും ഇഷ്ടമാണ് ചെയ്യാന്നുള്ളത്. അല്ലെങ്കിൽ എനിക്ക് എവിടെ പോയാലും തിരിച്ച് വീട്ടിലേക്ക് ഓടി ചെല്ലാനുള്ള ഒരു ടെൻഡൻസി എപ്പോഴും ഉണ്ട്. ഒരു കുറച്ച് ടൈമിൽ എനിക്ക് ആൾക്കാരുമായിട്ട് മിങ്കിളായിട്ട് ഇരിക്കാനൊക്കെ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് എനിക്ക് വീണ്ടും വീട്ടിൽ പോണം. അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർ, മെയിനായിട്ട് ഫാമിലിയോടാണ് കൂടുതൽ അടുപ്പം. ഫ്രണ്ട്സ് വളരെ കുറവാണ്. എന്താ പറയാൻ, 1-2 ഫ്രണ്ട്സ് അത്രേനേ ഉള്ളൂ. അപ്പം എൻ്റെ ഒരു കംഫർട്ട് സ്പേസ് എന്ന് പറയുന്ന വീടാണ്. അത് എന്തുകൊണ്ടാന്ന് അറിയില്ല. ഇനിയിപ്പോൾ അവിടെ അവരൊക്കെ പഠിക്കുന്നില്ലേ അല്ലെങ്കിൽ ജോലി ചെയ്യുന്നില്ല ഇങ്ങനെയൊക്കെ ചോദിച്ചാലും അങ്ങനെയൊക്കെ ഉറപ്പായിട്ടും ചോദിക്കും. ഒന്നും പഠിക്കായിരുന്നു അല്ലെങ്കിൽ PG ചെയ്യായിരുന്നു, ജോലിക്ക് എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്ത് മാത്രം നോക്കിയിരിക്കേണ്ടതൊക്കെ എപ്പോഴും പറയും. കാരണം അവരെപ്പോഴും അങ്ങനെ ചിന്തിക്കുക. അവർക്ക് ഇപ്പൊ ശ്രേയ പറഞ്ഞ പോലെ ഒരു സേഫ്റ്റി എന്ന് പറയുന്നത്. മൂത്ത മോളും ആണല്ലോ വീട്ടിലെ അല്ലേ? മോളാണ്. അനിയനും അനിയത്തി ആരൊക്കെയുള്ള? 2 അനിയനും 1 അനിയത്തിയും. അവരൊക്കെ കുഞ്ഞു പിള്ളേരാണോ അതോ? ഒരാള് വർക്ക് ചെയ്യാണ്, ബാക്കി 2 പേരും കുഞ്ഞു പിള്ളേരാ. ഇപ്പൊ നിലവില് ഞാൻ കണ്ടെത്തിയത് അഭിനയിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സാധാരണ എനിക്ക് ക്രൗഡ് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരാളാണ്. ഒരു കുറേ ആൾക്കാർ കൂടിക്കഴിഞ്ഞാൽ എനിക്ക് എനർജി നന്നായിട്ട് ഡൗൺ ആവും. ഒരു ഉൾവലിയാനുള്ള ടെൻഡൻസി എപ്പോഴും ഉണ്ടാവും. പക്ഷെ സിനിമ എന്ന് പറയുന്ന ഒരുപാട് ക്രൗഡുള്ള ആൾക്കാരാണ്. എത്ര പേരെ കണ്ടു ആണ്. എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് നന്നായിട്ടുണ്ട്. ആൾക്കാരെ ആദ്യമായിട്ട് കാണുമ്പോൾ മിങ്കിൾ ചെയ്യാൻ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും, അങ്ങോട്ട് പോയി അപ്രോച്ച് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് എന്തുകൊണ്ടാന്നറിയില്ല, അങ്ങനെയാണ്. അപ്പോൾ പക്ഷെ അത്രയും പേര് അവിടെ ഉണ്ടായെങ്കിലും എനിക്കിത് അത്രയും ആഗ്രഹിച്ച് കിട്ടിയോണ്ടായിരിക്കും ഇത്രയും വർഷമായിട്ട് പരിശ്രമിക്കില്ല. ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. അപ്പോഴാണ് ഞാൻ ചിന്തിച്ചത് എനിക്ക് ഇങ്ങനത്തെ ഒരു പാർട്ട് ഉണ്ട് എൻ്റെ ഉള്ളിൽ. എനിക്ക് ആൾക്കാർ ഉള്ളത് കുഴപ്പമില്ല, പക്ഷെ ഇഷ്ടപ്പെട്ട ഒരു സ്പേസ് ആയിരിക്കണം, അല്ലെങ്കിൽ എനിക്ക് വേഗം ബോറടിക്കും. എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ തുളസി എന്നൊരു നായിക ഇല്ല. തുളസി എന്നുള്ള പേര് തുളസി. കൊറേ അത് ആ കങ്കാരു സിനിമയിലാ ഡയലോഗ്. അത് ഇറങ്ങിയതിനു ശേഷം പിന്നെ എവിടെ ആര് പേര് ചോദിച്ചാലും ഈ പേര് പറഞ്ഞ അപ്പൊ പറയല്ലേ. നല്ല പേരല്ലേ? നല്ല പേര്. നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾ ഫ്രഷേഴ്സ് ആണല്ലോ ഇൻഡസ്ട്രിയിൽ. അപ്പൊ ഇതിന് മുമ്പ് ഓഡീഷൻസ് അങ്ങനെ എനിക്ക് തോന്നിയ ഇങ്ങനൊരു ഈ ഫീൽഡിനെ പറ്റി നെഗറ്റീവ് ഇംപ്രഷൻ വരാൻ ഒരു സൈഡിൽ കുറെ കാരണങ്ങൾ ഉണ്ടായിട്ടും ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു നെഗറ്റീവ് എക്സ്പീരിയൻസ് എവിടെന്നെങ്കിലും ഉണ്ടായിട്ടുണ്ടോ സിനിമയിലോ? സിനിമയിൽ നെഗറ്റീവ് എക്സ്പീരിയൻസ് എന്നല്ല, ഈ കാസ്റ്റിംഗ് കോച്ച് പോലെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം അറിയാം. പക്ഷെ അത് എനിക്ക് പേഴ്സണലി എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല. കാരണം എനിക്ക് വന്നതൊക്കെ വളരെ എന്താ പറയുക റെപ്യൂട്ടഡ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ കമ്പനീസും, റെപ്യൂട്ടഡ് അല്ലേ ഐ മീൻ നല്ല ക്രൂ മെമ്പേഴ്സും, അതേപോലെ നല്ല എന്താ പറയുക ഓഡീഷൻ വഴിയാണ് എടുക്കുന്നത്. അവർ നമ്മുടെ അടുത്ത് ബിഹേവ് ചെയ്യുന്നതും അങ്ങനത്തെ ഒരു തരത്തിലും മോശമായിട്ട് പെരുമാറിയിട്ടേ ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള എക്സ്പീരിയൻസ് നേരിട്ടവരെ എനിക്ക് പേഴ്സണലി അറിയാം ആക്ച്വലി. അപ്പം അവർ പറഞ്ഞിട്ടുള്ള അറിവ് മാത്രമേ എനിക്കുള്ളൂ. അല്ലാതെ ഇപ്പം ചോദിക്കുവാണെങ്കിൽ ഇപ്പം സിനിമയിലിപ്പം ആക്ച്വലി ഇപ്പം ഈ ഡ്രഗ്സിൻ്റെ ഒക്കെ യൂസേജ് കൂടുതൽ സിനിമയിലാണെന്നൊക്കെ പറയുന്ന ഒരു കാരണം കൊണ്ട് ഇപ്പം സിനിമയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയിലൊക്കെ പോകണോ, ഇങ്ങനെയൊക്കെ ന്യൂസ് വരുന്നില്ലേ, അപ്പം ഒന്ന് സൂക്ഷിച്ച് ലൈക്ക് ആ ഫീൽഡിൽ നിന്ന് മാറുന്നതല്ല. എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നു ഇതെല്ലാ ഫീൽഡിലും ഇല്ല സംഭവമാണ്. സിനിമയിൽ മാത്രമല്ല എല്ലാ ഫീൽഡിലും ഈ സംഭവങ്ങളുണ്ട്. ഈവൻ ഈ പറയുന്ന പോലെ കാസ്റ്റിംഗ് കോച്ച് സിനിമയിൽ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നു. അതിപ്പോൾ നമ്മളിപ്പം പല ഇൻഡസ്ട്രിയിൽ പല തരത്തിലാണ് നമ്മൾക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. എല്ലായിടത്തും ഉണ്ട്. പക്ഷെ അത് ഈ പറയുന്ന പോലെ പബ്ലിക്കലി പറയുന്നതും അറിയുന്നതും സിനിമയിൽ മാത്രമാണ്. അതുകൊണ്ടുള്ള ഒരു ഇംപ്രഷനാണ് ആൾക്കാർക്ക് സിനിമ എന്ന് പറയുമ്പോൾ മോശം ഫീൽ ചെയ്യുന്നത്. പക്ഷെ എനിക്ക് പേഴ്സണലി ഈ പറയുന്ന പോലെ നല്ല എക്സ്പീരിയൻസ് മാത്രമേ ടച്ച് വുഡ് ഇതുവരെ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ എൻ്റെ പേഴ്സണൽ ഇഷ്യൂസ് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ഗോഡ് ഫാദേഴ്സ് ഒന്നും ഇല്ലാതെ നമ്മൾ സിനിമയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ ഒരുപാട് എന്താ പറയുന്നത് കാസ്റ്റിംഗിന് അയക്കേണ്ടിയും ഒരുപാട് പേരോട് സംസാരിക്കേണ്ടിയും ഒക്കെ ആയിട്ട് വരും. അപ്പം തുളസി ആണെങ്കിൽ 8 വർഷമായിട്ട് ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരുന്ന തുളസിക്ക് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? മറ്റൊരു എനിക്ക് അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ഇല്ലെങ്കിലും ഞാൻ ഇതുപോലൊരു 2-3 വർഷം മുന്നേ ഇതേപോലെ ഒരു കാസ്റ്റിംഗ് ഡയറക്ടർ എന്ന് പറഞ്ഞിട്ട് ഒരാള്, ഞാൻ പേര് അറിയില്ല, കാസ്റ്റിംഗ് ഡയറക്ടർ എന്ന് പറഞ്ഞിട്ടാ വന്നത്. അവര്
വേറൊരാളെ പരിചയപ്പെടുത്തി ഇയാള് ഇങ്ങനെ ആഡ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. സാധാരണ നോർമലി ഇങ്ങനെ ആഡിലൂടെ ഒക്കെ കയറുന്ന കുട്ടികളുണ്ട്, നല്ല ടീമാണെന്ന് പറഞ്ഞ് അവരെ നമ്പർ തരും. അവർ ഇതുപോലെ 1-2 നമുക്ക് കുറച്ച് നമ്മളിത് ചെയ്ത് തുടങ്ങുമ്പോൾ ഫിലിമിന്റെ കാര്യമല്ല പറയുന്നത്, ചെറിയ ചെറിയ ആഡും കാര്യങ്ങളൊക്കെ ചെയ്ത് ശീലിച്ച് വന്നപ്പോൾ ഓരോരുത്തരുടെ അപ്രോച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ശരിക്കും വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതെങ്ങോട്ടേ ഈ റൂട്ട് പോകുന്നുള്ളത്. അവരുടെ വർത്താനം മാറുമ്പോ അതിന്റെ രീതികൾ ചേഞ്ച് ആകുമ്പോ അപ്പോ അത് മനസ്സിലാക്കി വന്നോണ്ട് തന്നെ ഈ പറയുന്ന ഈ പരിചയപ്പെടുത്തി തന്ന ആള് അല്ല, പുതുതായി പരിചയപ്പെട്ട ആളുണ്ടല്ലോ, ഇവർ പരിചയപ്പെടുത്തി തന്ന അവരിതുപോലെ ഒരു ദിവസം 1-2 വട്ടം എനിക്കൊരു കാസ്റ്റിംഗ് കോൾ അയച്ചപ്പോൾ എനിക്കിപ്പോൾ ശ്രേയ പറഞ്ഞ പോലെ അത് അത്ര നല്ലതല്ല എന്ന് ഫീൽ ചെയ്തു. ഞാൻ ഇല്ല എന്ന് പറഞ്ഞു, ചെയ്യുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ 2-3 വട്ടം അവരിതുപോലെ അയച്ചപ്പോൾ 3-ാമത്തെ വട്ടം ഞാൻ ഇതുപോലെ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അവരെനിക്ക് ഒരു വോയിസ് നോട്ട് അയച്ചു. ഒരു 26-27 വയസ്സ് വരെ ഇതിനൊക്കെ ആൾക്കാർ എടുക്കുള്ളൂ, അത് കഴിഞ്ഞാൽ പിന്നെ ഏജ് ആയി കഴിഞ്ഞാൽ നോർമലി ലേഡീസിന് ഈ ഫീൽഡിൽ ഒരു കയറി കൂടാൻ പറ്റില്ല, അതുകൊണ്ട് തന്നെ ഇങ്ങനെ വരുന്നതെല്ലാം തട്ടിക്കളയുന്നതിൽ കാര്യമില്ല, ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇതിലൂടെ പോവാന്ന് പറഞ്ഞു. അപ്പൊ എൻ്റെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് എനിക്ക് അങ്ങനെ ഒരു വ്യക്തി എന്നോട് ഒരു വട്ടം ഇങ്ങനെ പറഞ്ഞാൽ പോലും ഞാൻ പിന്നെ അതിന് ഫ്യൂച്ചറിൽ എന്ത് പ്രശ്നമാണ് വരുന്നത് പോലും ഞാൻ നോക്കില്ല. അപ്പൊ അതിന് കറക്റ്റ് മറുപടി പറയാ, ബ്ലോക്കാക്കി വിടാന്നുള്ളതാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരൊറ്റ അനുഭവം ഇതുപോലെ ടോക്കിലുണ്ടായി, അതിന് കറക്റ്റ് അപ്പൊ തന്നെ മറുപടി കൊടുത്ത് ഒഴിവാക്കി വിട്ടു, അത്രേ ഉള്ളൂ. അല്ലാണ്ട് വേറെ എനിക്ക് ഓഡീഷൻസിനൊന്നും പോയിട്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. ഇപ്പൊ ശ്രേയ പറഞ്ഞ പോലെ തന്നെ നല്ല ടീമിന്റെ ഇപ്പൊ നമുക്ക് കുറച്ചും കൂടി ഇൻസ്റ്റാഗ്രാം ഒക്കെ ആക്റ്റീവ് അതെ, എല്ലാവരും അറിയാൻ പറ്റും, എല്ലാവരും പ്രൊഫൈൽസ് ഒക്കെ പ്രൊഫൈൽസിൽ അവര് കാസ്റ്റിംഗ് കോളും കാര്യങ്ങളൊക്കെ ഇടും. അപ്പൊ നമുക്ക് കുറച്ചും കൂടെ എളുപ്പമാണ് ഇത് നല്ലതാണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതിനിടയ്ക്ക് വെച്ചിട്ട് ഇതൊക്കെ വരുന്നതിന് മുമ്പ് ഈ പറയുന്ന പോലെ കുറെ കാസ്റ്റിംഗ് ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ആരൊക്കെയോ വരുന്നു, എല്ലാവരും വളരെ, അതായത് ആ പേര് പറഞ്ഞ് നമുക്കറിയില്ല അവര് കാസ്റ്റിംഗ് ഡയറക്ടേഴ്സ് അറിയത്തില്ല. പിന്നെ ഇതിൽ ഏറ്റവും വലിയൊരു വിഷയം ഇപ്പൊ ഇത്രയും ആൾക്കാരോട് ഇതേപോലെ കുറെ പേരിട്ട് കോണ്ടാക്ട് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഈ ഇങ്ങനെ അതായത് തെറ്റായിട്ട് ഉള്ള റൂട്ടില് ആണ് പോകുന്നത് നമുക്ക് എങ്ങനെ പെട്ടെന്ന് മനസ്സിലാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ വർക്കിനെ കുറിച്ചായിരിക്കില്ല ആദ്യം സംസാരിക്കുക. ഇവർക്ക് ഇന്ന സെലിബ്രിറ്റീസിനായിട്ട് കോണ്ടാക്ട് ഉണ്ട്, അവര് കുറച്ച് ഹൈപ്പ് അങ്ങോട്ട് കൊടുക്കും അവർക്ക് സ്വയം, അവരൊക്കെ വളർന്നത് കാണിച്ചു അങ്ങനെയാണ് അവർ ആദ്യം സ്റ്റാർട്ട് ചെയ്യുക. അതിൽ നിന്ന് നമുക്ക് വ്യക്തമാവും തുളസി എല്ലാ റൂട്ടും ഒക്കെ പഠിച്ച് സ്റ്റഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും ഇത് കറക്റ്റ് അല്ലാന്ന്. നല്ല പ്രൊഫഷണലി ഉള്ള ആൾക്കാരാണെങ്കിൽ അവര് ചെയ്ത വർക്ക് അങ്ങനെയാണ് അവര് വരിക. അപ്പൊ ഇതിന്റെ രണ്ടും ഡിഫറൻസ് എനിക്ക് ഇപ്പൊ വ്യക്തമായിട്ട് മനസ്സിലായി. എന്താ അറിയോ ചോദിച്ചത്, കാരണം നിങ്ങൾ രണ്ടുപേരും പുതിയ ആളുകളാണല്ലോ, അപ്പൊ നിങ്ങൾ വന്നൊരു വഴിയുണ്ടാവും. ഇപ്പൊ നിങ്ങൾ വന്നത് ഭയങ്കര നല്ലൊരു പ്രൊഡക്ഷൻ ഹൗസിന്റെ നല്ലൊരു ആക്ടറിന്റെ ഒക്കെ കൂടെയാണ്. അപ്പൊ ഒരുപാട് കുട്ടികൾക്ക് അത് ഇൻസ്പിറേഷൻ ആയിരിക്കും. നിങ്ങൾക്ക് ഇങ്ങനെ മോശം എക്സ്പീരിയൻസ്, കാരണം പലരും പകുതി വെച്ച് നിർത്തി പോയവരുണ്ടാവും അല്ലേ, ഇങ്ങനെയൊക്കെ ഇതിലേക്കൊക്കെ എത്താൻ പറ്റുമെന്ന്. പക്ഷെ എനിക്ക് തോന്നുന്നു ആസിഫിനെ പോലെ ഒരു ഇത്രയും നല്ലൊരു നായകന്റെ കൂടെ പെട്ടെന്നൊരു 2 പെൺകുട്ടികൾക്ക് എൻട്രി കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര നല്ല. ശ്രേയക്കാണെങ്കിൽ ആദ്യം ദിലീപിന്റെ കൂടെ ആയിരുന്നു എൻട്രി. അപ്പൊ അവരെയൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ആർട്ടിസ്റ്റുകളാണ്. അപ്പൊ നമുക്ക് ഭയങ്കര വിശ്വാസം കൂടും, ട്രസ്റ്റ് കൂടുതലായിരിക്കും ഇത്തരം സിനിമകൾക്ക്. തിരിച്ച് ആഭ്യന്തര കുറ്റവാളിലേക്ക് തന്നെ വരികയാണെങ്കിൽ എന്തൊക്കെയാ നിങ്ങളുടെ പേരെന്തൊക്കെയാ സിനിമയിലെ? എന്റെ പേര് നയന എന്നാണ്. അതിൽ ആസിഫ്കയുടെ വൈഫായിട്ടാ ചെയ്യുന്ന. ആസിഫ്കയുടെ പേര് സഹദേവൻ. എൻ്റെ പേര് അനില. ഞാൻ അതിലൊരു വക്കീലിന്റെ റോളാണ്. കൂടുതലൊന്നും പറയാൻ പറ്റില്ല, വക്കീലാണ്. കോറാണ്. അതെ അതെ. കോർ. അതുപോലെ ഇപ്പം അടുത്ത ചാൻസസ് എങ്ങനെയാ? നിങ്ങൾക്ക് പുതിയ സിനിമ കമ്മിറ്റ് ആയിട്ടുണ്ടോ? എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ? ഞാൻ ആക്ച്വലി 1-2 സ്ക്രിപ്റ്റ്സ് വന്നിട്ടുണ്ട്, ഒന്ന് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്, ബാക്കി ഇങ്ങനെ ആലോചിക്കുന്നേ ഉള്ളൂ. എന്താ ഞാൻ ഫുള്ളി സ്ക്രിപ്റ്റ് കേട്ടിട്ടില്ല. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഞാൻ ഒരു ചെറിയൊരു റോൾ, വലിയൊരു പടത്തിൽ ചെറിയൊരു റോൾ ചെയ്തിട്ടുണ്ട്. അതെനിക്ക് ആക്ച്വലി അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. അത് ഒരു ഹിന്ദി മൂവിയാണ്, നെറ്റ്ഫ്ലിക്സിൻ്റെ ഒരു മൂവിയാണ്. അപ്പോൾ നീരജ് പാണ്ഡെ എന്ന് പറയുന്ന ലൈക്ക് വെൽ ഫേമസ് ആണ്. നീരജ് പാണ്ഡെ സാറാണ്, നെറ്റ്ഫ്ലിക്സിന് വേണ്ടിയുള്ള മൂവിയാണ്. മനോജ് ബാജ്പേയി സാറാണ് മെയിൻ ലീഡായിട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിലൊരു ചെറിയ റോള് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഭയങ്കര എന്താ പറയുക, ഇപ്പം നമ്മളിപ്പോൾ പറഞ്ഞ കാര്യമുണ്ടല്ലോ, നമ്മളിപ്പം അതർ ലാംഗ്വേജസിൽ
ഓപ്പർച്യൂണിറ്റീസ് വരുന്ന സമയത്ത് ആദ്യം ലൈക്ക് നമ്മൾ ഡൗട്ട് ചെയ്യും, ഇത് എടുക്കണോ എടുക്കണോ വേണ്ടയോ, ഇത് എത്രത്തോളം സേഫ് ആയിരിക്കും, ഇത് എന്തായിരിക്കും എന്നൊക്കെ. പക്ഷെ വൺസ് വി റീച്ച് ചെയ്യുന്നു, അവിടെ എത്തിക്കഴിഞ്ഞാൽ അവർ നമ്മളെ ട്രീറ്റ് ചെയ്യുന്ന രീതി, ഈവൻ എനിക്ക് തോന്നിയത് എനിക്ക് ഭയങ്കര ഭയങ്കര സീക്രട്ട് ആയിട്ട് അവർ കൊണ്ടുപോകാൻ. കാരണം നമ്മളെ ലൊക്കേഷൻ നമ്മുടെ ഹോട്ടലിലോട്ട് നമ്മൾ ഒറ്റയ്ക്ക് പറഞ്ഞേക്കില്ല. ഐ മീൻ ഈവൻ ദോ പ്രൊഡക്ഷൻ കാറിൽ നമ്മൾ ഒറ്റയ്ക്ക് പറഞ്ഞേക്കില്ല. എൻ്റെ കൂടെ ഒരു പെണ്ണിനെയോ ആരെങ്കിലും അസിസ്റ്റന്റിനെയോ ആരെങ്കിലും പറഞ്ഞു വെച്ചിട്ട് മാത്രമേ അവർ അത്രയും നമ്മുടെ സേഫ്റ്റി അഷ്യൂർ ചെയ്യും അവിടെ എല്ലാ കാര്യത്തിലും. അപ്പൊ ബോളിവുഡിലെ ഒരു കാല് വെച്ചു ചെറുതായിട്ട് അല്ലേ? അത് വലിയ ലൈഫിലെ വലിയ വലിയ ടേണിങ്സ് അല്ലേ? ഡെഫിനറ്റ്ലി അതെ. കാരണം ശ്രേയനെ ആദ്യം കാണുമ്പോൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഈ പറഞ്ഞ പോലെ പാട്ടൊക്കെ പാടുന്ന ഒരു കുട്ടിയായിട്ട് വരുമ്പം ശ്രേയക്ക് ഇൻസ്റ്റഗ്രാമിൽ ഞാൻ പറയായിരുന്നു ഒരു 6000 ഫോളോവേഴ്സ് എങ്ങാണ്ടായിരുന്നു. അത് ശ്രേയയുടെ ഒരു പാട്ട് വൈറലായിട്ടാണ് അത്രയും ഫോളോവേഴ്സ് കയറിയത് പെട്ടെന്ന്. എന്നാൽ അതിൽ നിന്നും ശ്രേയ ഇപ്പോൾ ലക്ഷങ്ങൾ ഫോളോവേഴ്സ് ഉള്ള ഒരു ആർട്ടിസ്റ്റ് ആയിട്ട് മാറി അല്ലേ? ഇനി അടുത്തത് ഹിന്ദിയിൽ കാണാം. ഇനി ഹിന്ദിയില് ഇനിയിപ്പോ ഹിന്ദി ഫാൻസിനെ കൊണ്ടായിരിക്കും. അടിപൊളിയാണ്. പക്ഷെ ഈ പറഞ്ഞ ഓപ്പർച്യൂണിറ്റി എനിക്ക് ലിറ്ററലി ഞാൻ അതിന്റെ ഒരു എന്താ പറയാ, അതിന്റെ ഒരു ഡെപ്ത് എനിക്ക് ആദ്യം മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കിട്ടിയെന്ന് പറഞ്ഞപ്പോഴും ഞാൻ എക്സൈറ്റഡ് ആയിരുന്നില്ല. കാരണം ഞാൻ കുറച്ച് നാളെ ഈ പറഞ്ഞ പോലെ പവി കെയർടേക്കർ കഴിഞ്ഞിട്ട് ഞാൻ വേറെ പടങ്ങളൊന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ ഈ ഒരു ആ ഗ്യാപ്പ് എന്നെ ഭയങ്കര എന്താ പറയാ, നമ്മളെ മെന്റൽ ഹെൽത്തിനെ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്തു. അപ്പൊ ഞാൻ യൂസ്ഡായി, വീട്ടിൽ ഒന്നും ചെയ്യാതെ വീട്ടിൽ തന്നെ, ഐ മീൻ ഫ്ലാറ്റിൽ തന്നെ ഇരിക്കുന്നത് ഭയങ്കര യൂസ്ഡായി. വേറെ ഡേ ടു ഡേ ലൈഫിൽ ഒന്നും ഹാപ്പനിങ് അല്ല. അപ്പം ഇത് കിട്ടിയെന്ന് പറയുമ്പോഴും ഓക്കെ കിട്ടിയോ, ഓക്കെ ശരി. അന്നേരം ഞാൻ എക്സൈറ്റഡ് അല്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ലൈഫായിട്ട് അഡാപ്റ്റഡ് ആയിപ്പോയി. അപ്പൊ എനിക്ക് ആ ഒരു വർക്കിനേഷൻ ഉണ്ടല്ലോ, നമുക്കൊരു പുഷ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിട്ട് വരെ തോന്നുള്ളൂ. കണ്ണൂരായിരുന്നു അല്ല, ഞാൻ ഇവിടുന്ന് കൊച്ചിയില്. അപ്പൊ എന്റെ ഫ്രണ്ട് ഇങ്ങനെ വിളിച്ചിട്ട് ചോദിക്കുന്നത്, എനിക്ക് ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത്, നീ എന്താ എക്സൈറ്റഡ് അല്ലാതെ? നീ ലൈക്ക് ഞാൻ പോകുമ്പോഴും ഷൂട്ടിന് പോകുമ്പോഴും ഐ വാസ് ലൈക്ക് എനിക്ക് വേഗം വന്ന് തിരിച്ചു വരണം, ഫ്ലാറ്റിൽ വരണം, എൻ്റെ ബെഡ്റൂമിൽ കിടക്കണം. ഇതായിരുന്നു എൻ്റെ തോട്ട് മൊത്തം. കാരണം ഞാൻ അതായിട്ട് അഡാപ്റ്റഡ് ആയി, യൂസ്ഡ് ആയി, ഒന്നും ചെയ്യാതെ. പക്ഷെ വൺസ് ഐ റീച്ച് ദേർ, ആ ഒരു ടീമായിട്ട് ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ കംപ്ലീറ്റ്ലി എന്താ പറയാ, പിന്നെ എനിക്ക് തിരിച്ചു വരണ്ടാന്നായി. എനിക്ക് അവിടെ തന്നെ നിന്നാ മതി എന്നുള്ളതായി. തിരിച്ചു വരാൻ തോന്നാത്ത രീതിയിലായത്. അത് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ആ ഒരു, നീ ഇപ്പൊ പറഞ്ഞ പോലെ വീട്ടിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതായിട്ട് യൂസ്ഡ് ആവും. പിന്നെ നമുക്ക് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് ഭയങ്കര തോന്നില്ല. ആകെ നമ്മളെ എനിക്കൊക്കെ നേരത്തെ എനിക്ക് ചിലപ്പോൾ ഇവർ പറയുന്ന ഒട്ടും കണക്റ്റഡ് ആവത്തില്ല. കാരണം ഞാനൊരു 2 ദിവസം വീട്ടിലിരുന്ന എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തിറങ്ങിയാൽ മതി. അത് ദാറ്റ് ഈസ് ഡിഫറെന്റ്. കാരണം അതുണ്ടാവും, അത് ഇനീഷ്യൽ സ്റ്റേജിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മള് വീട്ടിൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മള്, എനിക്കിപ്പോ ചിക്കൻ ബോക്സ് വന്ന് 20 ദിവസം വീട്ടിലിരുന്നപ്പോ എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് പുറത്ത് പോകണമെന്നായിരുന്നു എന്നുള്ള ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് അത് എനിക്ക് തോന്നുന്ന കാലഘട്ടത്തിന്റെ വ്യത്യാസവും ഉണ്ടാവും. ഞങ്ങള് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലല്ല നിങ്ങൾ ജീവിക്കുന്നത്. അപ്പം ഞങ്ങളെയൊക്കെ ഇപ്പൊ 90s പൊതുവെ കുറവല്ലേ 90s ആൾക്കാരൊക്കെ ഇത്തരം പ്രശ്നങ്ങളല്ല. എനിക്ക് അറിയത്തില്ല അത് പറഞ്ഞു തരാൻ വേണ്ടിട്ട്. ഏറെക്കുറെ കുറവാണ് നിങ്ങളെ വെച്ച് നോക്കും പുതിയ ജനറേഷൻ. എനിക്ക് തോന്നുന്നു അത് ഇപ്പോഴത്തെ കാലത്താണ് ഈ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് സാധനം. ഞങ്ങളൊക്കെ എനിക്കൊന്ന് 24-25 വയസ്സുള്ളപ്പോൾ മെന്റൽ ഹെൽത്ത് എനിക്ക് മെന്റലായിരുന്നു. ഇപ്പോഴാണ് കൂടുതൽ അതിനെപ്പറ്റി സംസാരിക്കാൻ തുടങ്ങിയതും ഇപ്പോഴാണ്. ആ കാലത്തൊന്നും നമുക്കിങ്ങനെ അതൊന്നും ചിന്തയിലേ ഇല്ല. ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ നടക്കും അനാവശ്യമായിട്ട് ചിരിച്ച് സന്തോഷിച്ച്. അന്നൊക്കെ പിന്നെ വേറെ കാര്യമുണ്ട്. അന്നൊക്കെ ഒരു സിനിമാ നടിയെ അല്ലെങ്കിൽ സിനിമാ നടനെ കാണുക എന്നൊക്കെ പറയുന്നത് നമുക്ക് ഭയങ്കര എന്തോ അല്ലേ. അന്ന് കാരണം സോഷ്യൽ മീഡിയ ഒന്നും ഇല്ല. ഒരു രീതിയിലും നമുക്ക് എന്റർടൈൻമെന്റ്സ് വേറെ ഇല്ല. ഓർക്കൂട്ടിന്റെ കാലമല്ലേ ഇപ്പൊ ഈ പറയുമ്പോ. അല്ലെ ഇപ്പോഴും തോന്നുന്നു, എനിക്ക് തോന്നുന്നു നിങ്ങളൊക്കെ ആണെങ്കിലും കുറച്ചും കൂടെ കിട്ടുന്ന സന്തോഷങ്ങളെ മാക്സിമം എൻജോയ് ചെയ്യുക. അത് തന്നെയാണ് മെയിൻ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. പിന്നെ ഇപ്പൊ ഈ പറഞ്ഞ സാധനം എനിക്ക് കത്തി. കാരണം ഇതിന് വേറെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരു ടീമിലേക്ക് പോയി മേർജ് ആവാൻ കുറച്ച് സമയം എടുക്കും. പക്ഷെ ആയി കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് പോയി. അതെനിക്ക് ചെയ്ത 2 പടത്തിൽ 3 പടത്തിൽ എനിക്ക് ആ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. കാരണം എനിക്ക് ആഭ്യന്തര കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ പോരുന്നതാണ് ടെൻഷൻ. അത് ഭയങ്കര അറ്റാച്ച്മെന്റ് ഇഷ്യൂ ഭയങ്കരമായിട്ടുണ്ട് ആ ഒരു ടീമായിട്ട്. പ്രത്യേകിച്ച് നല്ല ടീമൊക്കെ ആവുന്ന സമയത്ത് ആസിക്കൊക്കെ ഭയങ്കര ഹംബിളാണ്, ഭയങ്കര ഡൗൺ ടു എർത്ത് ആണ്. വർക്ക് ചെയ്യാൻ ഭയങ്കര ഈസിയാണ് ആസിഫിക്കയുടെ കൂടെ. ഭയങ്കര എന്താ പറയാ, നമ്മൾക്ക് ദിലീപേട്ടനും അങ്ങനെ തന്നെയാ കേട്ടോ. ദിലീപേട്ടനും നമ്മളെ ഭയങ്കര കംഫർട്ടായിട്ട്
നമ്മളടുത്ത് ചോദിക്കും കംഫർട്ട് അല്ലേ, ഈ സീനിൽ ഓക്കെ അല്ലേ, ഈ ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടാണ് അത്രയും കംഫർട്ട് ആക്കിയിട്ടാണ് നമ്മൾ വെക്കുക. അപ്പൊ നമ്മൾ അങ്ങനെയുള്ള ഒരു ടീമിൽ വർക്ക് ചെയ്തിട്ട് അവിടുന്ന് പെട്ടെന്ന് വരുന്ന സമയത്ത് ഭയങ്കര ആ ഒരു എന്താ പറയാ അറ്റാച്ച്മെന്റ് കരഞ്ഞിട്ടുണ്ടാവുന്നാണ് എനിക്ക് തോന്നുന്നത്. ആക്ച്വലി ഇതിന്റെ പാക്കപ്പിന്റെ അന്ന് എനിക്ക് ഇവിടെ പിറ്റേന്നൊരു ഷൂട്ട് ഉണ്ട് കൊച്ചിയില്. അപ്പം ഇടുക്കിയിലല്ലേ, കട്ടപ്പനയിലാണ് ഷൂട്ട് നടക്കുന്നത്. അപ്പം ഞാന് ലാസ്റ്റ് ഡേ എനിക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല, എന്റെ ഷൂട്ട് കഴിഞ്ഞു. അപ്പം ഞാൻ രാവിലെ ഇറങ്ങാം, എനിക്ക് ഇവിടെ ഒരു ഷൂട്ട് ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഈ ഷൂട്ട് ക്യാൻസൽ ചെയ്യാനും പറ്റില്ല. അപ്പൊ എനിക്ക് അവിടുന്ന് വരാൻ പറ്റുന്നില്ല, എനിക്ക് വരാൻ തോന്നില്ല. കാരണം ഇവരൊക്കെ എൻ്റെ അടുത്ത് പറയും പോവരുത് ഇന്ന് പാക്കപ്പ് പാർട്ടി കഴിഞ്ഞിട്ട് പോയാൽ മതി. ഇവരൊക്കെ ഒരുപാട് പറഞ്ഞു പോവരുത്. ഇപ്പൊ നാസിക്ക പറഞ്ഞു സ്റ്റേ ബാക്ക് ഇന്നും കൂടെയല്ലേ ഉള്ളൂ, ഇതും കൂടെ കഴിഞ്ഞിട്ട് പോവാന്നൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്ക് വരണ്ടി വന്നിട്ട് വഴിയിലൂടെ ഞാൻ ഇവിടെ വിളിച്ചിട്ട് പറയണ ഇടി എനിക്ക് ഭയങ്കര വിഷമമാണ്. ഞാൻ കൊറേ പറഞ്ഞു പോണ്ടെന്ന്. അപ്പൊ പോയേ പറ്റൂ. പോയി ഇറങ്ങി 5 മിനിറ്റ് കഴിഞ്ഞപ്പോ വിളിക്കാൻ തുടങ്ങി എനിക്ക് പോകണ്ടായിരുന്നു. ഇവിടെ എത്തണ വരെ അങ്ങനെയായിരുന്നു. രാത്രി എത്തിയിട്ട് ഞാൻ എന്താ ഈ മേക്കപ്പാടി തുടങ്ങിയോ, എന്ന് ഫുൾ അപ്ഡേറ്റ്സ് വയ്ക്കുക, അതിന്റെ പിക്സ് വയ്ക്കുക, വീഡിയോ കോൾ ചെയ്യുക, ഇങ്ങനെയൊക്കെ ആയിരുന്നു. നല്ല ടീമായിരുന്നു ആക്ച്വലി, ഭയങ്കര ഫീസിബിൾ ആയിരുന്നു. അടിപൊളി. ശ്രേയക്ക് രണ്ടാമത്തെ മൂവി മോൾക്ക് ആദ്യത്തെ പടമാണ് അല്ലേ? അപ്പം എങ്ങനെയുണ്ടായിരുന്നു ആ ക്രൂ, അതിന്റെ കൂടെയുള്ള വർക്ക്? അടിപൊളിയായിരുന്നു. എനിക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ക്യാരക്ടർ കുറച്ച് ഗ്രാഫ് ഉള്ളൊരു ക്യാരക്ടറാണ്, കുറച്ച് ഡെപ്ത് ആയിട്ടുള്ള ക്യാരക്ടറാണ്. അപ്പോൾ എനിക്ക് ഓൾറെഡി ഇതിന്റെ ഓഡീഷൻ ടൈമിന് ഇവര് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത എല്ലാവർക്കും ഇതിലൊരു സീൻ തന്നിരുന്നു, എല്ലാവരെ കൊണ്ടും ചെയ്യിച്ചിരുന്നു ഈ ക്യാരക്ടറിന് വേണ്ട. അത് കഴിഞ്ഞിട്ട് പിന്നെ സെലക്ട് ചെയ്തതിന് ശേഷം എന്നെ സ്ക്രിപ്റ്റ് കേൾപ്പിക്കാൻ ഇതിന്റെ ഡയറക്ടർ സേതുചേട്ടൻ വിളിച്ചു. സേതുചേട്ടൻ എനിക്ക് സ്ക്രിപ്റ്റ് എല്ലാം പറഞ്ഞു തന്നു. അപ്പൊ ഞാൻ ആ ടീമിനെ ഒരു 2-3 വട്ടം കണ്ട് അവരായിട്ട് നന്നായിട്ട് മിംഗിളായി. അപ്പൊ അതിന്റെ റീസൺസ് എനിക്ക് സിനിമ തുടങ്ങിയപ്പോ ഉണ്ടായിരുന്നു. ഡയറക്ടർ, അതുപോലെ അസോസിയേറ്റ്സ്, അവരെല്ലാവരായിട്ടും. പിന്നെ ആസിക്കേനെ ആദ്യമായിട്ട് കാണുന്ന ഫോട്ടോഷൂട്ടിനാണ്. അപ്പൊ ഞാൻ എന്നോട് തന്നെ സ്വയം മനസ്സിൽ പറഞ്ഞിരുന്നു സ്റ്റാർ സ്റ്റക്ക് ആവരുത്, കാരണം ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പാനിക് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ പെട്ടെന്ന് പാനിക് ആവുന്ന ഒരാളാണ്. അപ്പൊ എനിക്ക് ചിലപ്പോൾ ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ എങ്ങനെയാന്ന് അറിയില്ല. അപ്പോൾ ഞാൻ അകത്ത് ഇതുപോലെ ഫോട്ടോഷൂട്ടിന് വേണ്ട കോസ്റ്റ്യൂം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആസിക്കയുടെ സൗണ്ട് പുറത്തുനിന്ന് കേൾക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് ഭയങ്കര ഹാർട്ട് ബീറ്റ് കൂടി. കാരണം നമ്മൾ ടിവിയിൽ മാത്രം കണ്ടിട്ടുള്ള ഒരാളെ നേരിട്ട് കാണുകയല്ലേ. അപ്പം ഞാൻ എന്നെ സ്വയം ഇങ്ങനെ പറഞ്ഞു കൂളായിട്ട് നിക്കണം എന്ന്. ഞാൻ ഇറങ്ങി വന്നപ്പോ തന്നെ ആസിക്ക നോക്കി ചിരിച്ചപ്പോ ഞാൻ ഹായ് പറഞ്ഞു. സാധാരണ ഞാൻ ആരോടും അങ്ങോട്ട് പോയി ഹായ് പറയില്ല, പക്ഷെ ആസിക്ക ചിരിച്ചപ്പോ എനിക്ക് എന്തോ ഒരു സമാധാനം കിട്ടിയപ്പോ ഹായ് പറഞ്ഞപ്പോ എന്നോട് ഹായ് പറഞ്ഞു. പിന്നെ ഫോട്ടോഷൂട്ടിലൊക്കെ എല്ലാവരെയും, ശ്രേയനെയും ഇതുപോലെ ഫോട്ടോഷൂട്ടില് അന്നാണ് കാണുന്നത്. നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് ഫോട്ടോഷൂട്ടിനായിരുന്നു. അങ്ങനെ അവിടുന്ന് മിംഗിളായോണ്ട് എനിക്ക് ആ ഒരു കൂട്ടം ആൾക്കാരുമായിട്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഇൻഫാക്ട് എനിക്ക് തോന്നുന്നു ആസ് എ ബിഗിനർ ഫസ്റ്റ് മൂവിയിൽ തന്നെ നല്ലൊരു ഡെപ്ത് ഉള്ള ക്യാരക്ടർ ചെയ്യാൻ പറ്റുക പറയുന്നത് ഭയങ്കര ലക്കാണ്. ആ കാര്യത്തിൽ തുളസി ഭയങ്കര ലക്കിയാണ്. കാരണം നല്ല ക്യാരക്ടറാണ്, നന്നായിട്ട് പെർഫോം ചെയ്യാനുണ്ട്, നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് അവള്. അവളുടെ ടിക്ടോക്സ് വീഡിയോസ് ഒക്കെ കാണുമ്പോൾ തന്നെ അറിയാം നല്ല പെർഫോമർ ആണ്. അതെ അതെ, മീര ജാസ്മിനെയാണ് കൂടുതൽ ചെയ്യുന്നത് അല്ലേ? ജാസ്മിനെ ഭയങ്കര ആണോ? അങ്ങനെയുണ്ട്. ടിക്ടോക്ക് ഒക്കെ ഉണ്ടായിരുന്നില്ലേ ആ ടൈമിൽ? മീര ജാസ്മിന്റെ ചെയ്യുന്ന സീൻസ് ആണ്. മീര ജാസ്മിൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. അത് ചെറുപ്പം തൊട്ട് നമുക്കൊരു ഈ സിനിമയൊക്കെ എന്താന്ന് നമ്മള് ടിവിയിൽ ഇങ്ങനെ കാണുന്നുണ്ട്, പക്ഷെ ആ കൊള്ളാലോന്ന് തോന്നിയ ഒരു ആക്ട്രസ് എന്ന് പറഞ്ഞാൽ എനിക്ക് മീര ജാസ്മിന്റെ ആക്ടിങ് ഭയങ്കര ഇഷ്ടമാണ്. കാണാൻ നല്ല ഭംഗിയാണ്. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടം അവരെ കണ്ടോണ്ടിരിക്കാൻ. എനിക്ക് തോന്നിയില്ല ഇത് ട്രോളാവും. എല്ലാത്തിനും ട്രോളുകളെ പറ്റി കോൺഷ്യസ് ആവണ്ട. ഇതിനെ പറ്റി കോൺഷ്യസ്, ട്രോളുകൾ വരും. ഇല്ലാന്നല്ല, അത് കാര്യാക്കണ്ട. ശരി, ഞാൻ കാര്യം പറഞ്ഞത് കേട്ടോ. ഇപ്പോഴേ കോൺഷ്യസ് ആയിട്ട് അല്ല, എനിക്ക് ആക്ച്വലി തോന്നിയത് സേവിച്ചേട്ടൻ എനിക്ക് ഞാൻ ചോദിച്ചു ആരാ നയന ക്യാരക്ടർ ആരാ ചെയ്യുന്ന ചോദിച്ചപ്പോ സിനിമ കഴിഞ്ഞതിന്റെ ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ട് അല്ല, അതുകൊണ്ടല്ല ആക്ച്വലി സംസാരത്തിൽ ജാട ഉണ്ടത് വേണ്ട. അയ്യോ,
സീരിയസ്ലി ഞാൻ അതുകൊണ്ടല്ല ആരെ ചെയ്യുന്ന ചോദിക്കാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ക്രിപ്റ്റ് എന്റെ അടുത്ത് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ഞാനാ നയന ചെയ്യുന്നത്. ഞാൻ വിചാരിച്ചത് എന്റെ ക്യാരക്ടർ ഞാനാണ് നയന ചെയ്യുന്നത് വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ചു ഓക്കെ എനിക്കതൊന്ന് ചോദിക്കാൻ പറ്റില്ലല്ലോ. ഓക്കെ നയനയല്ലേ ഞാൻ നയന ആരാ ചെയ്യുന്നേ? അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു തുളസിയാണ്. ഓ തുളസിയാണ്. അപ്പൊ എനിക്ക് ഫോട്ടോ കാണിച്ചു തന്നു. അപ്പൊ എനിക്ക് ഇവളെ അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഇവളുടെ ഒരു പഴയ ഫോട്ടോ, ഇവള് ഇച്ചിരി മെലിഞ്ഞൊക്കെ ഇരിക്കുന്ന സാരിയൊക്കെ എടുത്തിട്ട് സുമലതയുടെ ഒരു കട്ടുള്ള ഒരു ഫോട്ടോ. ഞാൻ വിചാരിച്ചു അല്ലേ, എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. മീര ജാസ്മിൻ തോന്നിയിട്ടില്ല. ജാസ്മിന്റെ കട്ടുണ്ട് കട്ടുണ്ടായിരിക്കും കേട്ടോ. ഞാൻ പറയും, ഞാനില്ലേ പരിപാടിക്ക് നിങ്ങളെ വിളിച്ചത്, അപ്പൊ ഞാൻ പറയും നിങ്ങൾ. ഇവൾക്ക് എന്താ അറിയോ, ശ്രേയക്ക് പൊതുവെ ശ്രേയ സംസാരിക്കുമ്പോ ഭയങ്കര ആ കണ്ണൂരിന്റെ ഒരു സ്ട്രോങ് ആയിട്ടാ സംസാരിക്കുക. അതുകൊണ്ട് നിന്നെ ഭയങ്കര ജാട ഫീൽ ചെയ്യും ശ്രേയ ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്ത് കഷ്ടമാണ്. വീണ്ടും നമ്മളുടെ പോയിന്റുകളിലേക്ക് തിരിച്ചു വന്ന ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ തുളസി നടിയൊക്കെ ആയിട്ട് വീട്ടിൽ ചെല്ലുമ്പോ ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള മൊമെന്റ് എന്തായിരുന്നു ലൈഫിൽ? ഹാപ്പിയസ്റ്റ് ആയിട്ട് അഭിനയിച്ച് വീട്ടിൽ വന്നു, അത്ര തന്നെ. വീട്ടിലെല്ലാവരും ഹാപ്പി ആയിരുന്നു. കാരണം ഓഫ് കോഴ്സ് ഒന്ന് ആസിഫ് അലി എന്ന് പറയുന്ന ഒരു ഫാക്ടർ, അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു നടനാണ്. ചെറിയ പിള്ളേർ തൊട്ടിട്ട് ഏജ്ഡ് ആയിട്ടുള്ള അമ്മൂമ്മമാർക്ക് വരെ ഈ ജനറേഷനിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു നടനാണ്. അപ്പൊ ആസിഫ് അലിയുടെ കൂടെ അഭിനയിക്കാൻ പറ്റിയത് ഒരു ഫിലിം ചെയ്തു എന്ന് പറഞ്ഞാൽ തന്നെ അവർക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ പൊതുവെ വീട്ടുകാര് ഇതിനൊക്കെ സപ്പോർട്ടാണ്. അവര് ഭയങ്കര ഹാപ്പി ആണെങ്കിൽ പോലും അങ്ങനെ ഓവർ എക്സൈറ്റഡ് ആവുന്ന ആൾക്കാരല്ല. ഓക്കെ എന്താണ് റിസൾട്ട് നോക്കാം, നല്ല ക്യാരക്ടേഴ്സ് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന, അങ്ങനെ സാധാരണ നോർമലി പോകുന്ന, ഓവർ എക്സൈറ്റഡ് ആയി അങ്ങനെ പോകുന്ന ആൾക്കാരല്ല. ഹാപ്പി ആയിരുന്നു എല്ലാവരും, ഞാനും ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ ഇനി എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ റിസൾട്ടാണ്, ഓഡിയൻസ് എന്ത് പറയും. ഡെഫിനറ്റ് ആയിട്ടും നല്ല റിസൾട്ടും ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇതിലേറ്റവും ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ഉണ്ടോ? കൂടുതൽ ചോദിച്ചു കഴിഞ്ഞാൽ തുളസി കരയും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇമോഷണലി എനിക്ക് ഇതില് കൂടുതൽ പറയാൻ പറ്റില്ല. അതായത് ഈ ക്യാരക്ടറിന്റെ അല്ല ഞാൻ ചോദിക്കുന്നത്, ലൈഫിലേക്ക് കണക്റ്റഡ് ആയ എന്തെങ്കിലും മൊമെന്റ്? ഈ ഫിലിമിന് എനിക്ക് ഈ സിനിമ വന്നപ്പോൾ ഇതില് എന്താ പറയുക, ഇതിലെ ഫാമിലി കാര്യങ്ങളും ഒക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര കണക്ട് ചെയ്യാൻ പറ്റി. ഒരു ഭാര്യ ഭർത്താവ് ബന്ധം, കൂട്ടുകുടുംബം, അമ്മ അച്ഛൻ ബന്ധം ഒക്കെ കണ്ടപ്പോൾ എനിക്ക് എന്താ പറയാ, കുറേ ഏരിയാസൊക്കെ എനിക്ക് കുറച്ചും കൂടെ കണക്ട് ചെയ്യാൻ പറ്റി. പല കാര്യങ്ങളും ലൈഫുമായിട്ട് നന്നായി കണക്ട് ചെയ്യാൻ പറ്റി. അതെനിക്ക് തോന്നുന്നു ഞാൻ ഈ നയന എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്തപ്പോൾ എനിക്ക് കുറച്ചും കൂടെ, ഞാൻ ഒരിക്കലും എൻ്റെ ലൈഫിന് അവിടെ ഞാൻ എടുത്തിട്ടില്ല. കാരണം അതെനിക്ക് തോന്നുന്നു അത് ചിലപ്പോൾ നമ്മൾ ഓവർ ഇമോഷണൽ ആവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം സിനിമയിലെ ക്യാരക്ടേഴ്സ് ഇന്ത്യയിൽ ഡിഫറെന്റ് ആണ്, സിനിമയിലെ ത്രെഡും ഡിഫറെന്റ് ആണ്. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പേഴ്സണൽ ഇമോഷൻസ് ഒരു പരിധിക്കപ്പുറം എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അത് അവിടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ ഞാൻ കഴിയുന്നതും ആ ക്യാരക്ടറിൽ എന്താണോ അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി ഒരുപാട് അതിന്റെ മൈൻഡിലേക്ക് എടുത്തില്ല. എന്താണോ എനിക്ക് ഡയറക്ടർ അതിന്റെ ഒരു ആ ക്യാരക്ടറിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ബിഹേവിയറും ക്യാരക്ടേഴ്സും അല്ലെങ്കിൽ അവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒക്കെ പറഞ്ഞു തന്നിട്ടുള്ളത്, അത് ഞാനാണെന്ന് ചിന്തിച്ചിട്ട് ചെയ്യാനാണ് ഞാൻ മാക്സിമം ശ്രമിച്ചത്. അതെ, നന്നായി. കാരണം ഈ പറഞ്ഞ പോലെ ചില കാര്യങ്ങൾ പറയാതിരിക്കുന്നതാണ് നല്ലതെങ്കിൽ അത് പറയാതിരിക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്, അല്ലേ? ഇതേപോലെ തന്നെ നമുക്ക് ലൈഫിൽ ഈ പറഞ്ഞ പോലെ ഒരുപാട് ശ്രേയനെ എനിക്കറിയാം, പേഴ്സണലി അറിയുമ്പോൾ പോലും ശ്രേയയുടെ ലൈഫ് ഇങ്ങനെ ശരിക്കും ഹൈ ലോ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അവളെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് ഒരു പരിധി വരെ ഞാൻ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റി എന്നുള്ളത് ഒരു കാര്യം. കാരണം ഭയങ്കര ഒരു ഗ്രാഫായിരുന്നു അല്ലേ, എന്തൊക്കെയോ സംഭവിച്ചു. പക്ഷെ എന്തോ ദൈവം സഹായിച്ച് അധികം കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാതെ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. ദൈവവിശ്വാസമൊക്കെ വന്നപ്പോ നിനക്ക്? വന്നോന്നല്ല, ഞാൻ ഓൾറെഡി ദൈവവിശ്വാസം ഉണ്ടായിരുന്നു, ഇപ്പൊ കുറച്ച് കൂടിയിട്ടേ ഉണ്ടാവുള്ളൂ. കാരണം എനിക്ക് തോന്നുന്നു ഒരു മൊമെന്റ് ഉണ്ടായിരുന്നു ലൈഫിൽ, ആരും നമ്മളെ കൂടി ഇല്ലാത്തൊരു മൊമെന്റ്. അത് ഭയങ്കര എന്താ പറയാ, നമ്മള് നോക്കുന്ന സമയം നമ്മൾ കൂടെയുള്ളവരെ കാണാതെ പോയ സമയം ഉണ്ടാവും. അയ്യോ, കൂടെയുള്ളവരെ കാണാതെ പോയി എന്നല്ല,
ഒരു മൊമെന്റിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ കൂടെ ആരും ഇല്ല ലിറ്ററലി. ഞാൻ പറയുന്നത് ആർക്കും മനസ്സിലാവുന്നില്ല. ഈവൻ എൻ്റെ പാരൻസ് ഒരു സൈഡിൽ ലൈക്ക് അവരുടെ ഇതായിട്ടുള്ള ഇഷ്യൂ ആയിട്ട് കൂടെ ഉണ്ടായ ആൾക്കാരൊക്കെ ഇല്ലാതാവുക എന്നുള്ള പറയുന്നൊരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, ലിറ്ററലി ഒറ്റപ്പെടുക എന്നുള്ളൊരു ആ ഒരു സിറ്റുവേഷനൊക്കെ എനിക്ക് ലൈഫിൽ ഒരു പാഠമാണ്. കാരണം അതിൽ നിന്നൊക്കെ പഠിച്ചിട്ട് ഐ മീൻ അവിടെ നിന്നാണ് നമ്മൾ ലൈഫിൽ ലെസൺസ് പഠിക്കുക എന്ന് പറയുന്നത്. അങ്ങനെയൊക്കെ ഓരോരോ മൊമെൻറ്റ്സ് ഉണ്ടാകുമ്പോഴാണ്. അതെനിക്ക് പേഴ്സണലി എനിക്ക് ഒരു 3 to 4 years ബാക്ക് എനിക്ക് ആ ഒരു ലെസൺ ലൈഫിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ആക്ച്വലി അതെനിക്കൊരു എൻ്റെ ലൈഫ് അതുവരെ ഇങ്ങനെ ആയിരുന്നെങ്കിൽ ആ ഒരു ഡിപ്പ് ക്രിയേറ്റ് ചെയ്ത ഒരു എന്താ പറയുക ഒരു ഹോൾ ഉണ്ടല്ലോ, അതിപ്പോഴും ആ ഒരു വോയിഡ് ഇപ്പോഴും ഫില്ലല്ല ആക്ച്വലി. അപ്പം അത് ഒരു ലൈഫ് ചേഞ്ചിങ് സംഭവമായിരുന്നു. ആ ലൈഫ് ബിഫോർ ആൻഡ് ആഫ്റ്റർ എന്ന് പറയാൻ പറ്റുന്നൊരു അല്ല, ആ ഒരു ആഫ്റ്ററിൽ തന്നെയാണല്ലോ സിനിമ എന്നുള്ള ഡിസിഷനിലേക്ക് വരുന്നതും ഒക്കെ. ഒബ്വിയസ്ലി യെസ്. കാരണം അത്രയും സ്ട്രോങ് ആയിട്ട് എനിക്ക് സിനിമ ചെയ്യണം എന്ന് ഞാൻ തീരുമാനിച്ചത് അങ്ങനെ ഒരു ഇൻസിഡന്റ് ലൈഫിൽ സംഭവിച്ചപ്പോഴാണ്. അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന പോലെ സിനിമ ഒരു സെക്കൻഡറി ആയിട്ട് മാത്രമേ ഞാൻ കാണില്ലായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും ഉണ്ടാവും ഇങ്ങനത്തെ അപ്പ് ആൻഡ് ഡൗൺസ്. പക്ഷെ ഞാനിപ്പോഴും ഓർക്കും, നമുക്ക് ഓടിച്ചെല്ലാൻ വീടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളത്. അപ്പൊ ശ്രേയ ഓൾറെഡി വീട്ടിൽ നിന്നും ഉടക്കി നിൽക്കുമായിരുന്നു സിനിമ എന്നുള്ള. തിരിച്ച് ഓടിച്ചെല്ലാൻ വീടില്ലെങ്കിൽ ആരോടാണ് സംസാരിച്ചിരുന്നത്? ആരിൽ നിന്നാണ് ഒരു പ്രൊട്ടക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു? നമുക്കൊരു പ്രശ്നം വരുമ്പോൾ ആരോടാ ശ്രേയ ഒരു പ്രശ്നം വരുമ്പോൾ പറയുന്നത്? ഇല്ല, എനിക്ക് തോന്നുന്നത് ആ സമയത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ഒറ്റയ്ക്കായിരുന്നു. എനിക്ക് ഈ പറഞ്ഞ പോലെ ആരോടും സംസാരിക്കാൻ വേണ്ടി പറ്റാത്ത അവസ്ഥയുണ്ടായിരുന്നു. ഈ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ നിന്നും നമ്മൾ ഈ പറയുന്ന പോലെ ഉടക്കിയിട്ടാണല്ലോ വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പം ആ സമയത്ത് എനിക്ക് എനിക്ക് എന്താ പറയണ്ടേ, എപ്പോഴും ഞാനൊരു വെൽവിഷറായിട്ട് കാണുന്ന ഒരാൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അപ്പം അവരായിട്ട് മാത്രമേ എനിക്ക് ഈ പറയുന്ന കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നുള്ളൂ. എനിക്കൊരു പരിധിവരെ അവരെന്നെ ഭയങ്കര ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആ ഒരു മൊമെൻറ്റ് ആ മൊമെൻറ്റിൽ നിന്നൊന്ന് മാറിയിട്ട് ഇതാ ലൈഫ് എന്ന് പറയുന്നത് ഇനിയും ഉണ്ട്, ലൈക്ക് അവിടെ തന്നെ സ്റ്റക്കായി കഴിഞ്ഞാൽ അവിടെ തന്നെ ഇരിക്കേ ഉള്ളൂ എന്നുള്ള കാര്യം എനിക്ക് പറഞ്ഞു തന്നിട്ട് എന്നെ കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ആ ഒരു വ്യക്തി. അതെനിക്ക് ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു എന്താ പറയുക, എപ്പോഴും ഞാൻ എൻ്റെ ഒരു നല്ല വെൽവിഷറാണ്, നല്ലൊരു ഫ്രണ്ടാണ്. അങ്ങനെ അങ്ങനെ ആരെങ്കിലും ഒക്കെ വരും ലൈഫിലേക്ക്? യെസ് ഡെഫിനറ്റ്ലി. അത് ഞാൻ പറയുന്ന എപ്പോ വിളിക്കുമ്പോൾ ഞാൻ ഫോൺ എടുക്കുന്നില്ലേ? അത് പറയേണ്ടിയിരുന്നു. പക്ഷെ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരു ഡിപ്പ് വന്നപ്പോൾ ലൈഫിലെ ഒരു അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ എൻ്റെ കൂടെ നിന്ന വൺ ഓഫ് ദ ഒരാളാണ് ലക്ഷ്മി ചേച്ചി എന്ന് പറയുന്നത്. കാരണം അവര് ആക്ച്വലി നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമുക്ക് എല്ലാവരും നമ്മൾക്ക് എതിരെയാണ്. ലോകം മൊത്തം നമ്മൾക്ക് എതിരായിട്ട് നിൽക്കുന്ന സമയത്ത് ഒരാൾ നമ്മളെ കേൾക്കാനുണ്ട് എന്ന് പറയുന്ന ആ ഒരാള് ലക്ഷ്മി ചേച്ചി ആയിരുന്നു ആക്ച്വലി. അതിൽ എനിക്ക് ഭയങ്കര താങ്ക്സ് ഉണ്ട്. കാരണം നമുക്ക് എന്താ പറയാ, നമുക്ക് ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ. അതെന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ശ്രേയ, എനിക്കറിയാലോ ശ്രേയ വീട്ടില് സംസാരിക്കില്ല. അപ്പം നമുക്കൊരു മനുഷ്യന് സംസാരിക്കാൻ ഒരു സ്പേസ് വേണം, എല്ലാവർക്കും വേണം. അത് നമുക്ക് പറയാൻ കേട്ടിരിക്കാൻ നമ്മളെ ഒരാളുണ്ടെങ്കിൽ അത് ഭയങ്കര റിലീഫാണ് ലൈഫിൽ, അല്ലേ? എന്ത് കാര്യമായാലും. അപ്പം മേ ബി എനിക്ക് തോന്നാറുണ്ട് ചിലപ്പോൾ അവൾ ആദ്യം തൊട്ടേ എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അവൾ ആ പ്രശ്നത്തിലേക്ക് പോലും പോവില്ലായിരുന്നു എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷെ അതിനെ ഓവർകം ചെയ്ത് ഞങ്ങൾ എങ്ങനെയാ ഓവർകം ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടുപേരും ആക്ച്വലി ശ്രേയക്ക് ഫോട്ടോ എടുക്കാൻ ഇഷ്ടമാണ്. അപ്പൊ ഞാനിങ്ങനെ ഫോട്ടോഷൂട്ടുകൾ അറേഞ്ച് ചെയ്ത് കൊടുക്കും. എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് ബിസി ആക്കിയിട്ട് ഡ്രസ്സ് സാരിയൊക്കെ ഞാൻ തന്നെ സാരിയും ബ്ലൗസും എല്ലാം പാക്ക് ചെയ്ത് കൊടുത്തു വിടും. ഇതുകൊണ്ട് പോയി ഫോട്ടോ എടുത്തിട്ട് വാന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഇങ്ങനെ ലൈഫിൽ നമ്മൾ അങ്ങനെ കുറേ സിറ്റുവേഷൻസിലൂടെ അല്ലേ കടന്നു പോവും പൊതുവെ. പക്ഷെ അതല്ല, അതൊക്കെ മാറും. അല്ല, അതാ ഞാൻ പറഞ്ഞേ, ആ സിറ്റുവേഷൻ എത്രയോ ബെറ്റർ ആയി. നമ്മുടെ രണ്ടുപേരുടെ ലൈഫും ഭയങ്കരമായിട്ട് ബെറ്റർ ആയി ആ ഒരു സിറ്റുവേഷനിൽ. അതാ ഞാൻ പറഞ്ഞത്, അത് ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള സംഭവമല്ല. പക്ഷെ അതിൽ തന്നെ നമ്മൾ ലൂപ്പിൽ പെട്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ തന്നെ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുള്ളൂ. നമ്മൾ എങ്ങനെയെങ്കിലും പുറത്തേക്ക് വരിക എന്നുള്ളതാണ്. അതിന് എന്ത് ഹെൽപ്പ് ആവശ്യമുണ്ടോ ആ ഹെൽപ്പൊക്കെ നമ്മൾ സീക്ക് ചെയ്യുക, നമ്മൾ എടുക്കുക എന്നുള്ളത് ഒരു എന്തൊക്കെയോ. തുളസി കുറെ നേരം എന്തൊക്കെയോ ഇരുന്ന് ആലോചിക്കുക. ശരിക്കും എന്താ ആലോചിക്കില്ലേ? ഒന്നുമില്ല.
നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് എന്താ പറ ഒന്നുമില്ല. ഇല്ലില്ല, അങ്ങനെ വായിക്കല്ലേ, കാര്യമായിട്ട് എന്തോ എന്റെ ഉള്ളിലെ ജേർണലിസ്റ്റ് ആണ് പറഞ്ഞോ നീ. ഞാൻ ഇവള് പറയുന്ന കേട്ടിരിക്കുന്നു. അതെ അല്ലേ? എനിക്കുണ്ടല്ലോ ഇങ്ങനെ മുഖത്തേക്ക് സൈലന്റ് ആക്കി നോക്കി കഴിഞ്ഞാ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാ. അത് ഞങ്ങൾ കള്ളത്തരെന്ന് പറയും ആ ബുദ്ധിമുട്ടില്ല. ഒന്നുമില്ല, എന്തോ കള്ളത്തരം മറക്കുന്നുകൊണ്ടാണെന്നൊക്കെ. ഒന്നുമില്ല, ഒന്നുമില്ല. ലവ് ഫെയിലിയർ ആയിരിക്കും. ലവ് എവിടെ പോവാനാ, ആരെ കാണാൻ? ഫെയിലിയർ എന്നൊന്നും പറഞ്ഞു ലവ് ഫെയിലിയർ ഒക്കെ എനിക്ക് അതൊന്നും എനിക്ക് തോന്നുന്നില്ല അത്ര വലിയൊരു വലിയ പ്രശ്നമല്ല ഞാൻ പറയുന്നത്. അതെ, പക്ഷെ നമുക്ക് വരുന്ന സിറ്റുവേഷൻസ് പ്രശ്നങ്ങൾ എത്രത്തോളം വലുതാവുന്നോ അപ്പൊ നമുക്ക് ഈ മുന്നുള്ള പ്രശ്നങ്ങൾ വളരെ ചെറുതായിട്ട് തോന്നും. അല്ല, എനിക്ക് തോന്നുന്നത് ചിലപ്പോ മേ ബി നമ്മളുടെ ലൈഫ് ആയിരിക്കില്ല, ഡെഫിനറ്റ്ലി ആയിരിക്കില്ല തുളസിക്കുള്ളത്. പിന്നെ തുളസി പറഞ്ഞ മൂത്ത മകളാണ്. ഈ കാണുന്ന കൊച്ചുകുട്ടി ആയിരിക്കില്ല, വളരെ ബോൾഡ് ആയിട്ടും ബ്രില്യന്റ് ആയിട്ടും ഡിസിഷൻസ് എടുത്തിട്ടുള്ള, നമുക്ക് അങ്ങനെ ആവേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ടാവില്ലേ? അതെ അതെ, ഡെഫിനറ്റ് ആയിട്ട്. അപ്പം ഈ കാണുന്ന പാവം തുളസി ആയിരിക്കില്ല ചിലപ്പോ അവളുടെ. അല്ല, എനിക്ക് എപ്പോഴും അവളോട് സംസാരിക്കുമ്പോൾ തോന്നാറുണ്ട് കുറെ കാര്യങ്ങൾ അവള് ഭയങ്കര ബോൾഡായിട്ട് അവള് ഡിസിഷൻസ് എടുക്കുക. ഭയങ്കര ഹെൽപ്പിംഗ് ആണ്. ഭയങ്കര ഹെൽപ്പിംഗ് എന്ന് മാത്രമല്ല, ഇപ്പൊ ഒരു ഓപ്പോസിറ്റുള്ള ഒരാൾ ഇപ്പം കുറച്ച് ഡൗൺ ആണ്, അല്ലെങ്കിൽ ഓപ്പോസിറ്റുള്ള ആള് എന്തോ ആയിക്കോട്ടെ അവരെ ഒരു കംഫർട്ടാക്കി വെക്കുക എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ, അവള് ഇടുന്ന എഫേർട്ട് ഭയങ്കര വലുതാണ്. അതേപോലെ ചില ഡിസിഷൻസ് എടുക്കുക എന്ന് പറയുന്നതും അവള് ഈ പറയുന്ന പോലെ. പിന്നെ ഞാനിങ്ങനെ ഇപ്പം റിലീസ് ലേറ്റ് ആവുന്ന സമയത്ത് നമ്മളിങ്ങനെ പരസ്പരം ഇങ്ങനെ സംസാരിക്കും. ലൈക്ക് ഇതൊരു എന്താ പറയാ, നമുക്ക് തന്നെ ഒരു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിപ്പം വരുന്ന ആൾക്കാർ ലൈക്ക് പുതിയ ആൾക്കാരാണ്, ബാക്ക് ടു ബാക്ക് ഫിലിംസ് അങ്ങനെ ഇല്ല. അപ്പോൾ ഒബ്വിയസ്ലി നമ്മളെ മാറ്റർ ചെയ്യും ഇത് ഈ പറയുന്ന പോലെ. അയ്യോ എന്താവും, പടം എന്താവും എന്നുള്ള ആലോചിച്ചിട്ടുള്ള ടെൻഷൻസ് നമുക്ക് ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചിങ്ങനെ സംസാരിക്കുന്ന സമയത്ത് അവള് ഭയങ്കരമായിട്ട് പോസിറ്റീവായിട്ട് ഇങ്ങനെ ഒന്നും പറ്റില്ല, ഐ മീൻ പോസിറ്റീവായിട്ടിരിക്കുക, ഭയങ്കരമായിട്ട് വേറെ ഓപ്ഷൻ ഇല്ല. ഫസ്റ്റ് ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് നെഗറ്റീവായിട്ട് എനിക്കും ഈ പറഞ്ഞ പോലെ നന്നായി നെഗറ്റിവിറ്റി ഒക്കെ വരുന്ന ആളാണ്. അപ്പൊ എനിക്ക് ഇപ്പൊ ചേച്ചി ശ്രേയക്ക് ഇങ്ങനെ കോണ്ടാക്ട് ചെയ്യാറുണ്ടെന്ന് പറയുന്ന പോലെ എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ പോസിറ്റീവ് ആക്കാറുള്ള എന്റെ അമ്മയാണ്. കാരണം ഇതുവരെ എത്തിയില്ലേ, അപ്പൊ ഇനി അങ്ങോട്ട് എത്തിക്കോളും എന്നുള്ള എല്ലാ മനുഷ്യന്മാർക്കും വരുന്ന കാര്യമാണ് നമ്മൾ ഡൗൺ ആവുക, നെഗറ്റീവ് ഫീൽ ചെയ്യുക, കൺഫ്യൂഷൻസ് ഉണ്ടാവും ചില സമയത്ത്. ചിലപ്പോൾ നമുക്ക് നല്ലൊരു പോസിറ്റീവ് ആയിരിക്കുന്ന സമയത്തായിരിക്കും ഒന്നിച്ച് നമ്മൾ ഡൗൺ ആവുക, നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത ഒരുപാട് ചോദ്യങ്ങൾ വരും, നമുക്ക് എങ്ങനെ അത് ഹാൻഡിൽ ചെയ്യണം എന്നറിയാതെ വരും. നമുക്ക് ആകെ പ്രാക്ടിക്കലി തിങ്ക് ചെയ്യുകയാണെങ്കിൽ ആകെ ചെയ്യാൻ പറ്റുന്നത് പ്രതീക്ഷിച്ച് അത് ബെസ്റ്റ് ആവുമെന്ന് ചിന്തിച്ചിരിക്കാൻ മാത്രമേ കഴിയൂ. വേറെ ഓപ്ഷൻ പ്രതീക്ഷിക്കുക, പക്ഷെ കാത്തിരിക്കരുത് അല്ലേ? കാത്തിരിക്കണം ആക്ച്വലി. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ കാത്തിരുന്നാലേ കാര്യമുള്ളൂ. നമ്മൾ വിചാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലൊന്നും നമുക്ക് ഈ പറയുന്ന പോലെ എനിക്ക് ഈ പടത്തിൽ അഭിനയിക്കണം അന്ന് എനിക്ക് കിട്ടും, ലൈക്ക് അങ്ങനെ ഇല്ല. നമ്മള് ഒരുപക്ഷെ കാത്തിരിക്കരുത് എന്ന് പറയുന്നത് വെറുതെ പണിയൊന്നും ചെയ്യാതെ കാത്തിരിക്കരുത്, അത് കറക്റ്റാണ്. വർക്ക് ചെയ്തോണ്ടിരിക്കുക, ട്രൈ ചെയ്തോണ്ടിരിക്കുക. എപ്പോഴാണ് നമ്മുടെ ടൈം വരിക എന്നുള്ളത് നമുക്ക് തന്നെ അറിയില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പം വീട്ടുകാരിപ്പോ ചോദിക്കും, ഓക്കെ നീ എത്ര നാൾ ഇതിൽ നിൽക്കാനാ പ്ലാൻ? ഐ ഡോണ്ട് ഹാവ് എനി പ്ലാൻ. ഐ മീൻ എനിക്ക് ഇത്ര നാള് ഓക്കെ ഒരു വർഷം ഞാൻ നിന്ന് കഴിഞ്ഞാൽ എനിക്കൊരു പടം കിട്ടും. എനിക്കത് ഒരു ഉറപ്പും പറയാൻ പറ്റില്ല. 2 വർഷം എടുക്കാം, 3 വർഷം എടുക്കാം, അത് നമുക്ക് തന്നെ അറിയില്ല എത്ര വർഷം എടുത്തിട്ട് ഒരു പടം ഒക്കെ. അപ്പൊ നമുക്കൊരു ഫിക്സഡ് ടൈം ലൈൻ നമുക്ക് ഒരാളുടെ അടുത്തും പറയാൻ പറ്റില്ല. ആ ഒരു വെയിറ്റിംഗ് പീരീഡ്, അതാ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പടത്തിൽ നിന്ന് അടുത്ത പടത്തിലേക്ക് പോകുന്ന ആ വെയിറ്റിംഗ് പീരീഡ് ഉണ്ടല്ലോ, അത് ഭയങ്കരമായിട്ട് ആ വെയിറ്റിംഗ് പീരീഡ് ടൈം നമ്മൾ ഓവർകം ചെയ്യാം. അവിടെ ഓവർകം ചെയ്യാം ആസ് ഇൻ മെന്റലി നമ്മൾ പോസിറ്റീവായിട്ട് ഇരിക്കുക എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത കാര്യം. കാരണം അവിടെയാണ് നമ്മൾ മാക്സിമം ഡൗൺ ആവുന്ന ഒരു ടൈമാണ്. ശ്രേയ നന്നായി പാട്ട് പാടും. നമുക്ക് ശ്രേയനെ കൊണ്ട് പാട്ട് പഠിച്ചാലോ? ക്യാമറാമാൻ 4 പേര് പാട്ട് കൊണ്ട് കട്ട് ചെയ്യോ? കട്ട് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ, നോ കട്ട്സ്. അല്ല അങ്ങനെയല്ല, ഇതൊക്കെ മുന്നേ പറയണ്ടേ. എനിക്ക് ഇതിൽ ആക്ച്വലി നന്നായിട്ട് പാടും, അതറിയില്ല. ഇല്ല, തുളസി പാട്ട് പാടുന്ന തുളസി ഞാൻ ബാത്റൂമിൽ പാടുന്ന പാട്ട് ഞാൻ കേട്ടിട്ടുണ്ട്, പാട്ട് എത്രയോ കേട്ടിട്ടുണ്ട്. പക്ഷെ പാടിക്കോ. എനിക്ക് തുളസിയുടെ പാട്ടാണ്. ഒറ്റയ്ക്ക് ഡാൻസ് ചെയ്യാൻ പറഞ്ഞാൽ ചിലപ്പോ ചെയ്യും, പക്ഷെ ഒറ്റയ്ക്ക് പാടാൻ പറഞ്ഞാൽ ഭയങ്കര ടെൻഷൻ. നന്നായിട്ട് ദേശീയഗാനം ഒറ്റയ്ക്ക് പാടിയ ആളാണ്. പാടും ദേശീയഗാനോ?
ദേശീയഗാനം പാടുമെന്നാണ് പാട്ട് പാടി. ലിറിക്സ് വേണോ? എനിക്കെല്ലാം തുടങ്ങാം. എനിക്കിപ്പോ പെട്ടെന്ന് നിങ്ങൾ പറഞ്ഞാല് രണ്ടുപേരും കൂടി രണ്ടുപേർക്കും അറിയാവുന്ന 4 വരി പാട്ട് പാടും. അത് വേണ്ട, കാരണം പ്രൊഫഷണൽ സിംഗറും ആര്? സിംഗറും കൂടെ ആരും ഇവിടെ പ്രൊഫഷണൽ സിംഗറിന് പാട്ട് കേട്ടോ. നിങ്ങൾ രണ്ടും പാടിയില്ലെങ്കിൽ ഞാൻ പാടേണ്ടി വരും. ഞാൻ പാടും, പക്ഷെ പാട്ട് അനൗൺസ് ചെയ്ത് പോയി. ഇനി പാട്ടില്ലാതെ രക്ഷയില്ല. പാടിക്കോ. പാടും ശ്രേയ, പേടിപ്പിച്ചിട്ടൊക്കെ പാട്ട് പഠിപ്പിക്കുന്നു. പാടും ശ്രേയ. പിടയുന്നോരെന്റെ ജീവനിൽ കിനാവു തന്ന കൺമണി നീയില്ലെങ്കിലെ പ്രകാശമില്ലേ നീ, എൻ്റെ നെഞ്ചാകെ നീയല്ലേ, എൻ്റെ ഉന്മാദം നീയല്ലേ, നിന്നെ അറിയാനുള്ളു നിറയാൻ ഒഴുകി ഒഴുകി ഞാൻ ഇന്നുമെന്നും ഓരോ പുഴയാ. ആരാധികേ മഞ്ഞുതീരും വഴിയരികെ നാളേറെയാ കാത്തിരുന്നു മിഴി നിറയെ. മിഴിനിറയെന്നൊക്കെ. അതെ, പാടി കഴിഞ്ഞപ്പോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യണമെന്ന് മനസ്സിലാവുന്നില്ല. ഒരു സ്റ്റോപ്പ് കിട്ടുന്നില്ല, കാരണം പാട്ട് നന്നായിട്ട് അറിയില്ല. നീ അടുത്ത 2 വരി 4 വരി. പാട്ടാണ് എനിക്ക് പ്രശ്നം. ഞാൻ ഡാൻസ് ആണ് ഇപ്പൊ കളിച്ചോ? തല ഇല്ലാതെ നാടോടി നൃത്തം. പ്രോപ്പർട്ടീസ് വേണം നാടകത്തിന്. അതൊക്കെ ഞാൻ ഇവിടെ ഒപ്പിക്കാം. വേണ്ട. അനൽ മേലെ പനിത്തുളി അലൈപായും ഒരു കിളി, മരം തേടും മഴത്തുളി ഇമൈതാനേ വള്ളിനി, ഇമൈ രണ്ടും തനിത്തനി ഉറക്കങ്ങൾ ഉரைப்பனி എതற்காக തടയിനേ. പോരെ? ഷെടാ, ഞാൻ പറഞ്ഞില്ലേ, ആരും അറിഞ്ഞില്ല കേട്ടോ. ഈ സിനിമയിൽ 2 നായകന്മാര് ഗായികമാരായ നായകന്മാരാണ് നമ്മളുടെ ആഭ്യന്തര കുറ്റവാളിയിലെ താരങ്ങൾ. ഞാൻ അങ്ങനെയും പറയാം. അങ്ങനെ പറയരുത്. അല്ല, പ്രിയപ്പെട്ട ഡയറക്ടേഴ്സിനോട് പറയാം. എന്താ പറയുന്നത്? അടുത്ത ഫിലിം നായികനെ എടുത്താൽ ഗായിക ഫ്രീ. ഫ്രീ. ഓക്കെ, ഡീൽ. കോണ്ടാക്ട് ചെയ്യുക തുളസി ശ്രേയ. തുളസി. ഞാൻ ചുമ്മാ റാൻഡമായി ചോദിക്കുകയാണെ, മലയാള സിനിമയിലെ തുളസി എന്ന് പറയുന്ന ഈ കഥാപാത്രം സിനിമയിൽ ഒരു ഫേമസ് സിനിമയിലെ കഥാപാത്രം ഉണ്ട്. അതാരാന്ന് പറയാമോ? ഉർവശി ചേച്ചി, സ്ഫടികം. അറിയത്തില്ലായിരുന്നല്ലോ. പേരൊന്നും ഓർമ്മ. ആടുതൊമ്മയ്ക്ക് അറിയാം. തുളസി എന്നുള്ള ഉപ്പുകല്ലിൽ ആടുതോമയെ നിർത്തുമ്പം വെള്ളം കൊടുത്ത കൂട്ടുകാരി. അതെ, തുളസി. 90 കിഡ്സ്. 90 കിഡ്. എത്ര വയസ്സായി ശരിക്കും? 35. നിങ്ങളുടെ ഈ സിനിമ ഇറങ്ങുമ്പോഴത്തേക്ക് 36. പ്രത്യേക കാലഘട്ടത്തിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്തും ചില്ല് തള്ള വൈബാണെങ്കിലും ചില്ല് തള്ളയാണ്. തള്ളവൈബ് ആണെന്ന് നിങ്ങളെയൊക്കെ കാണുമ്പോഴാണ് തോന്നുന്നത്. അല്ലെ ഞാൻ ഇപ്പോഴും എന്റെ മനസ്സിൽ ഞാൻ 20 കഴിഞ്ഞിട്ടില്ല, 25, 22 ആ ഒരു കാലഘട്ടത്തിൽ നിൽക്കുക. എനിവേസ്, അപ്പോ ആഭ്യന്തര കുറ്റവാളി എന്ന് പറയുന്ന സിനിമ ഇതാ തിയേറ്ററിൽ എത്തിക്കഴിഞ്ഞു. എന്റെ സുന്ദരി കുട്ടികളാണ് ആഭ്യന്തര കുറ്റവാളിയിലെ കുറ്റവാളികൾ. കുറ്റവാളികളായ നായകന്മാർ. അത് ആക്ച്വലി സിനിമ കണ്ടാൽ മനസ്സിലാവും ആരൊക്കെ കുറ്റവാളികളാണ്, ആരൊക്കെ കുറ്റവാളികളല്ല. അപ്പോ ഇവര് കുറ്റവാളികളാണോ അല്ലയോ എന്നറിയാൻ വേണ്ടി നമുക്ക് സിനിമ പോയി കാണാം. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു മാത്രമല്ല, ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഫുഡും ചായയും ചോറും ഒക്കെ മേടിച്ചു തരുന്നതായിരിക്കും. ഇത് ഇന്റർവ്യൂ മാത്രം പറഞ്ഞാൽ പോരാ, അത് ഇത് കട്ട് ചെയ്ത് കളയരുത്. നന്നായി വിശക്കുന്നുണ്ട്. അപ്പം വീണ്ടും അടുത്ത ഒരു ഗസ്റ്റുമായിട്ട് ഇതുപോലത്തെ ചിൽ വൈബ് ആരെങ്കിലും ഒക്കെ ആയിട്ട് കാണാം. ബൈ.